ഹായ്, ഗുഡ് മോർണിംഗ്. ഇപ്പോ ഏകദേശം നമ്മുടെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥികളിൽ ഏറെക്കുറെ പേരും ഈ ലൈവ് ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ക്ലാസ് ആരംഭിക്കാം. ഇന്ന് നമ്മുടെ കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഓറിയന്റേഷൻ ക്ലാസ് ആണ്, ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ് നമ്മൾ തരുന്നത്. നാളെ മുതലായിരിക്കും നിങ്ങൾക്ക് റെഗുലർ ക്ലാസ്സുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാവുക. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഈ കോഴ്സിന്റെ സാധ്യതകൾ, കോഴ്സിന്റെ ഫീസ്, ഇതിന്റെ സർട്ടിഫിക്കേഷൻ, ക്ലാസ് നടത്തുന്ന രീതികൾ, എക്സാമിന്റെ രീതികൾ, ഇന്റേൺഷിപ്പ്, പ്ലേസ്മെന്റ് തുടങ്ങിയ നോൺ അക്കാദമിക് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഓക്കെ, കാരണം ഈ ക്ലാസ്സിനകത്തുള്ള ഓരോ വിദ്യാർത്ഥികളെയും ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പല പല സ്റ്റുഡന്റ് PROമാരാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവരുമായി സംസാരിച്ചതിൽ ആശയവിനിമയത്തിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവുകയോ അതല്ല എങ്കിൽ മനസ്സിലാക്കിയതിൽ കുറവുകൾ ഉണ്ടാവുകയോ ഇനി അവർ പറഞ്ഞതിൽ ഏതെങ്കിലും പിശക് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ ഏറ്റവും ആധികാരികമായി പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. എൻ്റെ പേര് ജയ്ദേവ്. ഞാൻ സ്മാർട്ട്സ് എഡ്യു കൺസൾട്ടൻസിയുടെ മാനേജിംഗ് പാർട്ണറാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പതുക്കെ കടക്കാം. അതിനു മുമ്പായിട്ട് എൻ്റെ ശബ്ദം എല്ലാവരും വ്യക്തമായി കേൾക്കുന്നുണ്ട് എന്ന് ഞാൻ ഒന്ന് ഉറപ്പുവരുത്തിക്കോട്ടെ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ, ശരി 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 ശരി. അപ്പോ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. നമ്മുടെ ഈ കോഴ്സിന്റെ പേരെന്താണ് പറയാമോ ആരെങ്കിലും? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് മാത്രമല്ല, ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ്. ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്താണ്? ഈ കോഴ്സ് കൊണ്ടുള്ള കോഴ്സ് ചെയ്താൽ കിട്ടുന്ന ജോബ് ഓഫേഴ്സ് എവിടെയാണ് പറയാമോ? ഡിപ്പാർട്ട്മെന്റിലല്ലേ? HR ഡിപ്പാർട്ട്മെന്റ്. എവിടത്തെ HR ഡിപ്പാർട്ട്മെന്റുകൾ? വിവിധ തരം സ്ഥാപനങ്ങളിലെ HR ഡിപ്പാർട്ട്മെന്റ്. ഏത് മേഖലയിലുള്ളത്? ഹോസ്പിറ്റൽ ഫീൽഡ്, എഡ്യൂക്കേഷൻ ഫീൽഡ് ആൻഡ് അതേഴ്സ്. ഹോസ്പിറ്റൽ, എഡ്യൂക്കേഷൻ ഫീൽഡ്, അതേഴ്സ്. ഞാൻ ചോദിച്ചത് ഈസ് ഇറ്റ് ഇൻ പബ്ലിക് സെക്ടർ ഓർ പ്രൈവറ്റ് സെക്ടർ? പ്രൈവറ്റ് സെക്ടർ. അതിൽ ഞാനൊന്നും പറഞ്ഞു തരണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം അല്ലേ? ഓക്കെ, അപ്പൊ എങ്കിലും നമുക്ക് അതിനെ സംബന്ധിച്ചിട്ടൊന്ന് പറയാം. കാരണം ചില വിദ്യാർത്ഥികളെ ഞങ്ങൾ മുമ്പ് PSC കോച്ചിങ് നടത്തിയായിരുന്നു. സ്മാർട്ട്സ് PSC കോച്ചിങ്ങിന്റെ ക്ലാസ് ഉണ്ട്, നമുക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോ PSC കോച്ചിങ് ഒക്കെ കഴിഞ്ഞ് ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റുഡന്റ് എന്നോട് ചോദിക്കുവാണ്, സാർ ഇതിന്റെ സർട്ടിഫിക്കറ്റ് എന്നാണ് കിട്ടുന്നത്? ക്ലാസ്സൊക്കെ PSC കോച്ചിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റാ. അപ്പൊ ആ കുട്ടിയാണ് അതിന്റെ ഫീസ് വളരെ കുറവാണ്. ഞങ്ങളുടെ കോഴ്സിന്റെ ഫീസ് ഞങ്ങൾ 400 രൂപക്കാണ് 2 വർഷം പഠിപ്പിച്ചിരുന്നത്. അപ്പൊ അത് കണ്ടപ്പോൾ അങ്ങനെ ചാടി കയറി പഠിച്ച ഒരാളാണ്. അപ്പൊ 6 മാസം കഴിഞ്ഞപ്പോൾ ചോദിക്കാണ് PSC കോച്ചിങ്ങിന് സർട്ടിഫിക്കറ്റ് എന്നാണ് കിട്ടുന്നത്. PSC കോച്ചിങ്ങിന് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? PSC കോച്ചിങ്ങിന് സർട്ടിഫിക്കറ്റിന് ആവശ്യമില്ലല്ലോ. PSCയിൽ ജോലി നേടുന്നതിന് വേണ്ടിയിട്ട്, ഗവൺമെന്റ് ജോലി നേടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കോച്ചിങ് മാത്രമാണ് അത്. അപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളിൽ പല ആളുകളും അത്തരത്തിൽ വിവിധ തലത്തിലുള്ള ബോധ നിലവാരത്തിലുള്ള ആളുകളാണ്. ഓക്കെ, അപ്പോ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഏറ്റവും ചെറിയ കാര്യങ്ങൾ മുതൽ. നമ്മുടെ കോഴ്സിന്റെ പേര് ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്നാണ്. ഇന്ത്യക്കകത്തെയും പുറത്തെയും സ്വകാര്യ മേഖലയിലെ മൾട്ടിനാഷണൽ കമ്പനികൾ, ബാക്കി പ്രൈവറ്റ് സെക്ടറിലുള്ള ഇൻഷുറൻസ് കമ്പനികൾ, പ്രൈവറ്റ് ഓഫീസുകൾ, സ്കൂളുകൾ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ബാങ്കിങ് സ്ഥാപനങ്ങൾ തുടങ്ങി ജോലിക്കാരെ, മനുഷ്യ വിഭവശേഷി ആവശ്യമുള്ള മുഴുവൻ മേഖലകൾക്കകത്തും പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. മനുഷ്യ വിഭവശേഷിയെ മാനേജ് ചെയ്യലാണ്. ഈ ലോകത്തിന്റെ കരുത്ത് എന്ന് പറയുന്നത് മനുഷ്യനിലാണ് അല്ലേ? നമുക്കറിയാം. അപ്പോ ഒരു സ്ഥാപനത്തിനകത്തെ ജോലിക്കാരെ നിയമിക്കുന്നത് മുതൽ, ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നത് മുതൽ, അവരുടെ വിരമിക്കൽ നടത്തി അവരുടെ ബാക്കി പെൻഷൻ ഉൾപ്പെടെയുള്ള
അല്ലെങ്കിൽ VRS ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുള്ള ഒരു ജീവനക്കാരന്റെ ജനനം മുതൽ മരണം വരെ എന്നാണ് അതിന് ടെക്നിക്കലി പറയുന്നത്. ഒരു ജീവനക്കാരന്റെ ജനനം മുതൽ മരണം വരെ എന്ന് പറയുമ്പോൾ ജീവനക്കാരൻ ജനിക്കുന്നത് എപ്പോഴാ? അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ജനിച്ചു വീഴുമ്പോഴല്ല. ഒരു സ്ഥാപനത്തിനകത്ത് ജീവനക്കാരനായി ജോയിൻ ചെയ്യുന്ന നിമിഷം മുതൽ അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന നിമിഷം വരെ അദ്ദേഹത്തിന് ഈ ആവശ്യമായിട്ടുള്ള മുഴുവൻ സേവനങ്ങളും നൽകുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പ്രഥമമായിട്ടുള്ള കർത്തവ്യം. അതിനകത്ത് ഈ മനുഷ്യ വിഭവശേഷിയെ എങ്ങനെയാണ് ഫലപ്രദമായി ഉപയോഗിക്കേണ്ടത്? പലതരത്തിലുള്ള മനുഷ്യരുണ്ടാവും, നിങ്ങൾക്കറിയാലോ, പലതരത്തിലുള്ള മനുഷ്യരാണ്. ചില ആളുകൾ ജോലി സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ വളരെ ഡെഡിക്കേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. ചില ആൾക്കാര് ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ സ്ക്രീൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ടാവും. ചില ആൾക്കാർ കൃത്യസമയത്ത് വരാത്ത ആളുകളുണ്ടാവും. അങ്ങനെ വിഭിന്ന സ്വഭാവ രീതികളുള്ള ആളുകളാണ് മനുഷ്യര്. അപ്പോ ഇവരെ എല്ലാവരെയും സ്ഥാപനത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കത്തക്ക വിധം ഒരു പ്രൈവറ്റ് സ്ഥാപനം ബിസിനസ് ചെയ്യുന്നു. ആ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കും? ആരെങ്കിലും ഒരാൾ പറയാമോ? എനിക്ക് നിങ്ങളുടെ ഒരു പഞ്ച് കൂടി അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കമോൺ. പ്രോഫിറ്റ് ആണോ? യെസ്, പ്രോഫിറ്റ്. ഒരു സ്ഥാപനത്തിന്റെ ഇതം പ്രഥമമായ ലക്ഷ്യം എന്ന് പറയുന്നത് അത് പ്രോഫിറ്റ് ഉണ്ടാക്കൽ തന്നെയാണ്. അപ്പോ പ്രോഫിറ്റിന് അനുകൂലമാക്കത്തക്ക രീതിയിൽ, പ്രോഫിറ്റിനകത്ത് വളർച്ച നേടത്തക്ക രീതിയിൽ മനുഷ്യ വിഭവശേഷിയെ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള, കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിലവിലുള്ള നടപ്പ് രീതികൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ആ കുറവുകൾ കണ്ടു പരിഹരിച്ച് അതുകൂടി പരിഹരിച്ച് ഏറ്റവും മികച്ച ഔട്ട്പുട്ട് മനുഷ്യ വിഭവശേഷിയിൽ നിന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഇതം പ്രഥമമായ കർത്തവ്യം എന്ന് പറയുന്നത്. ഞാനതൊരു ആമുഖമായി പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ഈ കോഴ്സ് നടത്തുന്നത് സ്മാർട്ട് ശ്രീ എഡ്യു കൺസൾട്ടൻസി ആണ്. എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ് സ്മാർട്ട് ശ്രീ എഡ്യു കൺസൾട്ടൻസിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് വർക്ക് ചെയ്യുന്നത്. ബാക്കി 4 ഓഫീസുകളാണ് സ്മാർട്ട് ശ്രീക്ക് ഉള്ളത്. ഒരു 100 ചില്ലാനും വരുന്ന ജീവനക്കാർ പ്രവർത്തിക്കുന്ന 56,000-ഓളം വിദ്യാർത്ഥികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണ്. കഴിഞ്ഞ 14 വർഷക്കാലമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ്. നമ്മൾ ഈ കോഴ്സ്, ഏതൊരു കോഴ്സും ഡിസൈൻ ചെയ്യുമ്പോൾ സ്മാർട്ട് ശ്രീ ചിന്തിക്കുന്ന ഒരു കാര്യം, ഈ സമൂഹത്തിനകത്ത് പണമില്ലാത്തതിന്റെ പേരിൽ, കഷ്ടപ്പാട് അനുഭവിക്കുന്നതിന്റെ പേരിൽ പഠനം പാതി വഴിക്ക് വെച്ച് മുടങ്ങിപ്പോയിട്ടുള്ള ഒരുപാട് പേരുണ്ടാവും. അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള സാഹചര്യങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകളുണ്ടാവും. അവർക്ക് അനുകൂലമാകത്തക്ക രീതിയിൽ ഒരു മാസം ഒരു 2,000 രൂപ പോലും നമ്മുടെ കയ്യിൽ ചുരുട്ടി പിടിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉള്ള സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോ അവർക്ക് കൂടി സഹായകമാകുന്ന രീതിയിലാണ് ഞങ്ങളുടെ മുഴുവൻ കോഴ്സുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ കോഴ്സിന്റെ ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആരെങ്കിലും ഒരാൾ പറയാമോ? 2000 അല്ലേ കോഴ്സ് ഫീ വരുന്നത്? കോഴ്സ് ഫീ 2000. ഓക്കെ. മൊത്തം എന്ന് പറഞ്ഞപ്പോ കോഴ്സ് ഫീ 2000 ശരിയാണ്. 3000. 3000 അല്ലേ? യെസ്, പറയാം. 1000 രൂപ രജിസ്ട്രേഷൻ ഫീസും 2000 രൂപ കോഴ്സ് ഫീയും ഉൾപ്പെടെ 3000 രൂപയാണ് ഈ കോഴ്സിന്റെ ആകെ ഫീസ് എന്ന് പറയുന്നത്. 1000 രൂപ രജിസ്ട്രേഷൻ ഫീസാണ്, 2000 രൂപ കോഴ്സ് ഫീസാണ്. അതിനകത്ത് 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്ന പൈസയല്ല. അത് ആദ്യമേ തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. കാരണം നിങ്ങളുടെ പേരിൽ ഇവിടെ കോഴ്സിന് ചേരാൻ വേണ്ടി നിങ്ങൾ പേയ്മെന്റ് ചെയ്യുന്നു. പേയ്മെന്റ് ചെയ്താൽ ഉടൻ തന്നെ നിങ്ങളുടെ പേരിൽ നമ്മൾ സർട്ടിഫിക്കേഷൻ കൗൺസിലിനകത്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഈ എക്സാം, ഇത് കഴിയുമ്പോൾ എക്സാം ഒക്കെ നടത്തി സർട്ടിഫിക്കറ്റ് തരണ്ടേ? അപ്പോൾ സർട്ടിഫിക്കറ്റ് തരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ സ്ലോട്ട് ബുക്ക് ചെയ്തിടും. അതിനുവേണ്ടി ചെലവാക്കുന്ന പൈസയാണ് ഈ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അത് വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചെലവായി പോയ പൈസയാണ്. ചില ബാച്ചുകളിൽ ചില വിദ്യാർത്ഥികളെ 2 ദിവസം കഴിയുമ്പോൾ സാർ എനിക്ക് ക്ലാസ്സിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല, മൊബൈലിൽ നോക്കിയിട്ട് കണ്ണ് വേദനിക്കുന്നു, അപ്പൊ അതുകൊണ്ട് രജിസ്ട്രേഷൻ ഫീസ് തിരിച്ചു തരണം എന്ന് പറയും. അപ്പൊ അത് നടക്കൂല എന്നാണ് ഞാൻ പറഞ്ഞത്. നടക്കാത്തതിന്റെ കാരണം ഇതാണ്. ഓക്കെ. പിന്നെ വരുന്നത് 2000 രൂപയാണ്. 2000 രൂപ. ആ 2000 രൂപ എന്ന് പറയുന്നത് ആദ്യത്തെ 2 മാസ തവണകളിലായിട്ട് 1000 രൂപ വീതം അടക്കണം.
അങ്ങനെ ആകെ 3000 രൂപയാണ് കോഴ്സിന്റെ ഫീസായിട്ട് വരുന്നത്. അത് കഴിഞ്ഞ് എക്സാം സമയത്ത് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 5 മാസക്കാലമാണ്. ആ 5 മാസക്കാലത്തിൽ എക്സാമിന്റെ സമയമാകുമ്പോൾ 2000 രൂപ അതിന്റെ എക്സാം ഫീസ് ആയിട്ട് അടക്കണം. അങ്ങനെ ആകെ 5000 രൂപയാണ് എക്സാം ഫീസ് ഉൾപ്പെടെ ഇതിന് മൊത്തം ചെലവ് വരുന്ന തുക എന്ന് പറയുന്നത്. ഈ കോഴ്സിനകത്ത് സ്റ്റഡി മെറ്റീരിയൽ ഇപ്പൊ കമ്പൽസറി ആക്കിയിട്ടില്ല നിലവിൽ. സ്റ്റഡി മെറ്റീരിയൽ ഈസ് നോട്ട് കമ്പൽസറി. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ ടെക്സ്റ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് ലഭിക്കുന്നതാണ്. അതിന് വേറെ പൈസയൊന്നും പ്രത്യേകിച്ചില്ല. PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കേണ്ട ആൾക്കാർക്ക് പ്രിന്റ് എടുത്ത് വെച്ച് പഠിക്കാം. പക്ഷെ അതിനകത്തുള്ള ഒരു പ്രശ്നം ഞാൻ പറയാം കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു. കഴിഞ്ഞ ബാച്ചിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം HR കോഴ്സിനായിരുന്നില്ല, അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനായിരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്ന PDF എന്ന് പറയുന്നത് ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് ഉള്ള, സ്മാർട്ട് സിക്ക് കോപ്പിറൈറ്റ് ഉള്ള ടെക്സ്റ്റ് ആണത്. അത് കേരളത്തിൽ വേറെ ആർക്കുമില്ല, ആ ടെക്സ്റ്റ് ഇല്ല. മനസ്സിലായി? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കോഴ്സ് ഒരുപാട് സ്ഥാപനങ്ങൾ കേരളത്തിനകത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ടെക്സ്റ്റ് ഞങ്ങൾക്ക് മാത്രം സ്വന്തം കോപ്പിറൈറ്റ് ഉള്ള ഒരു ഇതാണ്. അത് ഏതെങ്കിലും തരത്തിൽ കോപ്പി എടുത്ത് വിൽക്കുകയോ വേറെ എന്തെങ്കിലും ചെയ്യുന്നത് നിയമപ്രകാരമുള്ള ഒരു കുറ്റമാണ് എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ. ചില കുട്ടികൾ അങ്ങനത്തെ ചില ബുദ്ധിമോശങ്ങളൊക്കെ കാണിക്കാറുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ കൂടി പറയുന്നത്. നിങ്ങൾക്കറിയാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ പുറത്തെ ഫീസ് എത്രയാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? എത്ര രൂപയാണ് ആരെങ്കിലും പറയാമോ? പുറത്ത് വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ കേരളത്തിനകത്ത് ഈടാക്കുന്നത് അറിയൂലേ? ഹലോ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ അന്വേഷിച്ചപ്പോ 1.20 പറഞ്ഞത്. 1.20? അത് ഇറ്റ്സ് ഫസ്റ്റ് ടൈം. ഞാനത് ആദ്യമായിട്ട് കേൾക്കുന്നതാണ് കേട്ടോ. 1.20. 40,000 ആണ് ഒരു ആവറേജ് തരത്തിലുള്ളത്. സൽമാനുൽ ഫാരിസി ആളാണോ പറഞ്ഞത് 1.20 എന്ന് പറഞ്ഞത്? അതെ അതെ, ഓക്കെ, റൈറ്റ്. എറണാകുളത്തുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. എറണാകുളത്തല്ലേ? ഓക്കെ. ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് അത് കേട്ട് ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. അതുണ്ട്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു കോഴ്സ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഒരുപക്ഷെ അതിലുള്ള കുറെ വിദ്യാർത്ഥികൾ ഇതിനകത്ത് ഉണ്ടാവും, നമ്മുടെ ഈ ക്ലാസ്സിനകത്ത് ഉണ്ടാകും. അപ്പോ അതിന്റെ PG കോഴ്സ് 1,13,000 രൂപയാണ്. 1,13,000 രൂപയാണ് അതിന്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സിന്റെ ഫീസ്. ഞങ്ങൾ അത് നടത്തുന്നത് 13,000 രൂപക്കാണ്. 10 മാസത്തെ കോഴ്സാണ്. 10 മാസത്തെ കോഴ്സ് ഡെയിലി 2 മണിക്കൂർ ലൈവ് ക്ലാസ്. 10 മാസത്തേക്കാണ് നമ്മളത് നടത്തുന്നത്. വെറും 13,000 രൂപക്കാണ് നടത്തുന്നത്. 40,000 രൂപ തുടങ്ങി മുകളിലേക്കാണ് ഡിപ്ലോമ കോഴ്സ്. പക്ഷെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ കോഴ്സ് നമ്മൾ നടത്തുന്നത് വെറും 3,000 രൂപയ്ക്കാണ്. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ തമ്മിലുള്ള സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഒരു ഭാഗം കൂടി ഞങ്ങളുടെ ഒരു കൺസെപ്റ്റിലുണ്ട്. അപ്പൊ ഞാനിത് പറഞ്ഞു വന്ന കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം നമുക്കൊന്ന് പുറകിലോട്ട് പോകാം, ഒന്ന് റീവൈൻഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ആദ്യമായിട്ട് ഇതിന്റെ പോസ്റ്റർ കാണുന്നു, ഒന്നുകിൽ വാട്സപ്പിൽ കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ കണ്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ടാകാം. 3,000 രൂപക്ക് 5 മാസത്തേക്ക് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് പഠിപ്പിക്കുന്നു എന്ന് ആദ്യം ഈ പോസ്റ്റർ കണ്ടപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ തോന്നിയ ഒരു തോന്നൽ എന്തായിരുന്നു? ഒന്ന് പറയാമോ ആരെങ്കിലും? ഫസ്റ്റ് തോന്നിയ തോന്നല്? നിങ്ങൾക്കറിയാം 40,000 രൂപയാണ് അതിന്റെ ഫീസ് എന്നറിയാം, 50,000 വാങ്ങുന്നുണ്ടെന്ന് അറിയാം, 60,000 വാങ്ങുന്നുണ്ടെന്ന് അറിയാം. അങ്ങനെ കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ ഫീസ് വാങ്ങുന്ന ഒരു കോഴ്സിന്റെ പോസ്റ്റർ 3,000 രൂപക്ക് കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയ ഒരു തോന്നൽ എന്താണ്? കമോൺ. ഉടായ്പാണെന്ന്. യെസ്, അതാണ് തുറന്നു പറഞ്ഞത്, കുഴപ്പമില്ല. ഉടായ്പാണെന്ന് വിചാരിച്ചു. ഭൂരിപക്ഷം പേരും അങ്ങനെയാണ് പൊതുവെ ധരിക്കുക, ഇത് ഫേക്ക് ആണ്, ഫ്രോഡലന്റ് ആണ്, ഉടായ്പായിരിക്കും എന്ന് വിചാരിച്ചു. യെസ് 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 ഓക്കെ. എനിക്കൊരു ദിവസം ഒരു 8-9 കോൾ വരും ഇത് ഫ്രോഡലന്റ് ആണോ എന്ന് അറിയാനായിട്ടേ. അപ്പൊ അവര് നേരിട്ട് ചോദിക്കാൻ പറ്റൂലല്ലോ ഫ്രോഡാണോ എന്ന്. അപ്പൊ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കുത്തി 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 ചോദിക്കും. അപ്പൊ ഞാൻ അവരോട് പറയും, നിങ്ങൾ ഞങ്ങളുടെ ഇൻസ്റ്റ പേജ് ഉണ്ട്, ഇൻസ്റ്റയിൽ ഒന്ന് കയറി നോക്കുക, പൈസ തട്ടിയെടുക്കാൻ ആരോ ചെയ്യുന്നതാണ്. ഓക്കെ, റൈറ്റ്. അപ്പോ പിന്നെ ചില ആൾക്കാർ ഇൻസ്റ്റയിൽ കയറി നോക്കും, അപ്പൊ അവർക്ക് ബോധ്യപ്പെടും. ഞാൻ മറ്റു ചില ആളുകൾക്ക് ചില റെഫറൻസുകൾ കൊടുക്കും, കേരളത്തിലെ സഹകരണ മേഖലയിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള കുറെ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങൾ. അപ്പൊ അവർക്ക് കൺവിൻസിങ് ആവും. പിന്നെ കുറെ പേര് റെഫർ ചെയ്തിട്ടായിരിക്കും വരുന്നത്, അവർക്ക് വേറെ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല.
ദുബായ് ഒക്കെ നമുക്ക് ജോബ് കിട്ടുമോ? ഞാൻ പറയാം. നിങ്ങളുടെ ഈ ക്ലാസ്സിനകത്തുള്ള മുഴുവൻ വിദ്യാർത്ഥികളുടെയും അവസാന സംശയത്തിന് മറുപടി പറഞ്ഞിട്ടേ ഇന്ന് ഈ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയുള്ളൂ. ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. അവസാന വിദ്യാർത്ഥിയുടെ അവസാന ചോദ്യത്തിനും മറുപടി പറഞ്ഞിട്ടേ ഇന്ന് ഈ ക്ലാസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് സമയത്തിന്റെ പ്രശ്നമുണ്ട്, ഞാൻ നീട്ടി പോകുന്നില്ല. അപ്പോ ഫേക്ക് ആണെന്നാണ് പൊതുവെ ധരിക്കുക. അങ്ങനെയാണ് നിങ്ങൾ ഈ ക്ലാസ്സിനകത്ത് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളത്. ഈ ക്ലാസ്സിൽ ആരെങ്കിലും നമ്മുടെ വേറെ കോഴ്സുകളോ മറ്റോ നേരത്തെ ചെയ്തവരോ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവരോ ആയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടോ ഇതിനകത്ത്? ഉണ്ട്. ആരാണത്? ജാസ്മിൻ നഫൽ. ഏത് കോഴ്സാണ് ചെയ്യുന്നത്? മോണ്ടിസോറി ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇല്ല. ഓക്കെ, റൈറ്റ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളുണ്ട് നമ്മുടെ ക്ലാസ്സിനകത്ത്. അങ്ങനെയുള്ള ആളുകളുണ്ട്. മൈ സിസ്റ്റർ സ്റ്റഡി, റൈറ്റ്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല് അങ്ങനെയുള്ള ഒരു കാലത്താണ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലക്കകത്ത് വലിയ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ കൊള്ള നടക്കുന്ന ഒരു സമയത്താണ് 3000 രൂപയുടെ ഒരു കോഴ്സ് നമ്മൾ 5 മാസത്തേക്ക് ഇറക്കുന്നത്. അപ്പൊ ഇറക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് തോന്നുക ഇതൊരു ഫ്രോഡുലന്റ് ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള ഒരു കോഴ്സാണെന്ന് ഒരു പക്ഷെ നിങ്ങൾക്ക് തോന്നിയേക്കാം. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങൾ കൂടി നമുക്ക് വിശദമായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. അത് നിങ്ങൾ അനുഭവം കൊണ്ട് ബോധ്യപ്പെടേണ്ട കാര്യമാണ്. ഞാൻ അതിനെക്കുറിച്ച് വേറെ മറുപടി ഒന്നും പറയുന്നില്ല. ഓക്കെ, നമ്മുടെ ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര ആപ്പുകൾ വേണം അറിയാമോ? ഈ കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണല്ലോ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അറ്റൻഡ് ചെയ്യുന്നതിന് ചില ആപ്ലിക്കേഷൻസ് നമ്മുടെ ഫോണിൽ വേണ്ടതുണ്ട്. എത്ര ആപ്ലിക്കേഷനാണ് വേണ്ടത്? കമോൺ അറിയോ? ഏതൊക്കെ ആപ്ലിക്കേഷൻ വേണം? ഗൂഗിൾ ക്ലാസ് റൂമും ഗൂഗിൾ ഡ്രൈവും. അതെ, അത് അശ്വിനി ടൈപ്പ് ചെയ്തിട്ടുണ്ട്. 2 ആപ്പ് വേണം. ഗൂഗിൾ ക്ലാസ് റൂം വേണം, ഗൂഗിൾ മീറ്റ് വേണം. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നത്? കമോൺ, ഗൂഗിൾ മീറ്റ് ഫോർ വാട്ട് പർപ്പസ്? ക്ലാസ് ലൈവ് സെഷൻ. യെസ്, ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുന്നത് ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോ സംവദിച്ചുകൊണ്ടിരിക്കുന്നത് ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്ന ആപ്പ് വഴിയാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും, ഒഴിവ് ദിവസങ്ങളാണെങ്കിൽ അന്ന് പിന്നെ ക്ലാസ് ഉണ്ടാവില്ല, പബ്ലിക് ഹോളിഡേയ്സിൽ ക്ലാസ് ഉണ്ടാവില്ല. അതല്ലാതെയുള്ള തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള എല്ലാ ദിവസങ്ങളിലും എത്ര മണിക്കാണ് നിങ്ങളുടെ ക്ലാസ് ആരംഭിക്കുന്നത്? 10:30 മണിക്കാണ് ആരംഭിക്കുന്നത്. രാവിലെ 10:30 മുതൽ 11:30 വരെ 1 മണിക്കൂർ മാത്രമാണ് നിങ്ങളുടെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക ഗൂഗിൾ മീറ്റിൽ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ് ഉണ്ട്. ഗൂഗിൾ മീറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശ്രദ്ധിക്കേണ്ട 2 പോയിന്റ് ഉണ്ട്. നിങ്ങൾ ആരെങ്കിലും ഒരാള് ടൈം ഒന്നുകൂടെ പറയോ? 10:30 മുതൽ രാവിലെ 10:30 മുതൽ 11:30 വരെ. ഓക്കെ, രാവിലെ 10:30 ടു 11:30, 10:30 ടു 11:30, റൈറ്റ്. അപ്പോ നിങ്ങളിൽ ഒരാള് 10:30 ക്ലാസ്സിൽ കയറിയില്ല, ലൈവ് ക്ലാസ്സിൽ കയറിയില്ല, 12 മണിയാവുമ്പോൾ ഗൂഗിൾ മീറ്റ് കയറി, നിങ്ങൾക്ക് ക്ലാസ് കിട്ടോ ഇല്ലേ? കമോൺ, 12 മണിക്ക് നിങ്ങൾക്ക് തോന്നുന്നത് എന്തൊരു എളുപ്പം കാര്യമാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷെ ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. നോ 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 ഇല്ല, കിട്ടൂല. ഗൂഗിൾ മീറ്റിനകത്തുള്ള ലൈവ് ക്ലാസ്സുകൾ കിട്ടുന്നത് ക്ലാസ് നിർദ്ദേശിച്ചിരിക്കുന്ന ആ നിർദ്ദിഷ്ട സമയത്ത് മാത്രമാണ്. 10:30 മുതൽ 11:30 വരെയുള്ള ആ ഒരു നിശ്ചിത സമയത്ത് മാത്രമേ ക്ലാസ്സുകൾ ലഭിക്കുകയുള്ളൂ. അതിനുശേഷം ആ ഗൂഗിൾ മീറ്റിലെ ക്ലാസ്സുകൾ ലഭിക്കുന്നതല്ല. ഓരോ ദിവസവും ഗൂഗിൾ മീറ്റിലെ ക്ലാസ്സിന് പ്രത്യേകം ലിങ്കുകൾ നിങ്ങൾക്ക് കിട്ടുമോ? അറിയൂല. ഓക്കെ, കിട്ടില്ല. എവിടെയായിരിക്കും ഉണ്ടാവുക? നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇത് തന്നിട്ടുണ്ടാവും. ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു പെർമനന്റ് ലിങ്ക് ഉണ്ടാവും. ആ ലിങ്ക് ആയിരിക്കും ഈ വരുന്ന 5 മാസക്കാലവും നിങ്ങളുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക. ഗൂഗിൾ മീറ്റ് ചില ആളുകൾ വിളിക്കും, സാറേ എനിക്ക് ലിങ്ക് കിട്ടിയിട്ടില്ല, ഗ്രൂപ്പിൽ ലിങ്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞ ക്ലാസ്സിന്റെ ഒക്കെ തുടക്ക ദിവസങ്ങളിൽ വിളിക്കും. ആരും വിളിക്കേണ്ടതില്ല. നമ്മുടെ ക്ലാസ്സുകളുടെ ലിങ്ക് സ്ഥിരമായിട്ടുള്ള ഒരേ ഒരു ലിങ്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ആ സെയിം ലിങ്ക് തന്നെയാണ് ഈ ക്ലാസ് തീരുന്നത് വരെയും നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്.
അത് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, അപ്പൊ ഗൂഗിൾ മീറ്റിന്റെ ഒരു ഭാഗം കഴിഞ്ഞു. രണ്ടാമത്തേത് ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ ക്ലാസ് റൂം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? ഗൂഗിൾ മീറ്റിൽ എടുത്തിട്ടുള്ള ലൈവ് ക്ലാസ്, ആ ലൈവ് ക്ലാസ് കാണാൻ പറ്റാതെ ഒരു ദിവസം ഞാൻ സംശയങ്ങൾ നമുക്ക് ചോദിക്കാട്ടോ. നിങ്ങൾ സംശയങ്ങൾ എല്ലാവരും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടോളൂ. ഞാൻ അതിന്റെ ഓരോന്നിന്റെയും കാര്യങ്ങൾ വിശദീകരിക്കാം. ആദ്യം ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടൊന്ന് പറഞ്ഞതിന് ശേഷം ഓരോ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത് ചെയ്യാം. നിങ്ങൾ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കും. നോട്ട് ചെയ്ത് വെച്ചേക്കും കേട്ടോ. കാരണം ഇനി മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ലാസ്റ്റ് ആണ് നമ്മൾ എല്ലാ സംശയം കൂടിയും എടുത്ത് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിൽ നമ്മുടെ ലൈവ് ക്ലാസ്സിലുള്ള പിന്നെ എന്തിന്റെ ലൈവ് ക്ലാസ്സിൽ ലഭ്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ക്ലാസ് ആണ് നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ ലഭ്യമാകുന്നത്. അത് നിങ്ങളുടെ സമയത്തിനും സൗകര്യത്തിനും അനുസരിച്ച് എത്ര തവണ വേണമെന്നുണ്ടെങ്കിലും കയറി എടുക്കാനായി സാധിക്കുന്നതാണ്. ഗൂഗിൾ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇതിനകം നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ടാകും, ലഭ്യമായിട്ടുണ്ടാകും. ഓക്കെ, അപ്പോ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടും. ഒരു ദിവസം ഒരു ലൈവ് ക്ലാസ് കാണാൻ പറ്റിയില്ല, ഓക്കെ, നിങ്ങളുടെ കസിൻ ബ്രദറിന്റെ കല്യാണം 10:30 താലി കിട്ട്, നിങ്ങൾക്ക് അതിൽ പങ്കെടുക്കണം. നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ കയറണ്ട. ആ ലൈവ് ക്ലാസ് അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇട്ട് തരുന്നതാണ്. ആ ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറി റെക്കോർഡ് ക്ലാസ്സുകൾ കാണാൻ സാധിക്കും. അതുകൂടാതെ ഗൂഗിൾ ക്ലാസ് റൂമിനകത്ത് PDF നോട്ടുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, ലഭ്യമാണ്. അതുകൂടാതെ മോക്ക് ടെസ്റ്റുകൾ ഗൂഗിൾ ക്ലാസ് റൂമിലാണ് ലഭിക്കുന്നത്. ഈ കാര്യങ്ങളെല്ലാം ഗൂഗിൾ ക്ലാസ് റൂമിലാണ് ലഭിക്കുന്നത്. ഓക്കെ, ഇനിയൊരു സംശയം, ഇന്നത്തെ ക്ലാസ്സിന്റെ ലൈവ് ക്ലാസ് നിങ്ങൾക്ക് എന്നാണ് കിട്ടുക? ഇന്നത്തെ ലൈവ് ക്ലാസ് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് എപ്പോഴായിരിക്കും കിട്ടുക? ആരെങ്കിലും അറിയാമോ? നാളെ. യെസ്, ഇന്നത്തെ ലൈവ് ക്ലാസ് തൊട്ടടുത്ത പ്രവൃത്തി ദിവസമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോ ശനിയാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുമോ? ഇപ്പൊ ഇന്നത്തെ ലൈവ് ക്ലാസ് ഇന്ന് ബുധനാഴ്ചയല്ലേ ഇന്ന് ബുധനാഴ്ചത്തെ ലൈവ് ക്ലാസ് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം. നാളെ നമ്മൾ മെയ് 1 ആണെങ്കിലും നമുക്ക് അവധിയില്ല, നാളെ ക്ലാസ് ഉണ്ട്. ഓക്കെ, അപ്പോ നാളെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടും. ശനിയാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുമോ ഇല്ലയോ ഒന്ന് പറയാമോ ആരെങ്കിലും? ഞാനിപ്പോ പറഞ്ഞ ഇതിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച റെക്കോർഡ് ക്ലാസ് കിട്ടുമോ? കിട്ടും. സ്വപ്ന കിട്ടും, അശ്വിൻ കിട്ടും, റോഷ്നി ബിജു ഇടി വെച്ചെറിഞ്ഞ് റോഷ്നി കിട്ടും. ശനിയാഴ്ച കിട്ടും, റെക്കോർഡ് ക്ലാസ് കിട്ടും. ഏത് ദിവസത്തെ ക്ലാസ് കിട്ടും? ഫ്രൈഡേ. റോഷ്നി ശ്രദ്ധിക്കുക, ഇത് ഒരുപാട് കുട്ടികൾക്ക് സംശയം വരുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അത് ആ ദിവസങ്ങൾ എടുത്തു പറയുന്നത്. ഫ്രൈഡേയിൽ വെള്ളിയാഴ്ച നടക്കുന്ന ക്ലാസ്, ആ ക്ലാസ് തൊട്ടടുത്ത പ്രവർത്തി ദിവസം എന്ന് പറയുന്നത് ശനിയാഴ്ചയാണ്. അപ്പൊ അന്ന് ശനിയാഴ്ച പ്രവർത്തി ദിവസമാണെങ്കിൽ അന്ന് കിട്ടും. അന്ന് ഉച്ചക്ക് 2 മണിക്ക് മുമ്പായിട്ടായിരിക്കും കിട്ടുന്നത്. ചില വിദ്യാർത്ഥികൾ ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ലൈവ് ക്ലാസ്സുകൾ അതാത് ദിവസം തന്നെ ഇട്ടുകൂടെ? സാർ, ഞാൻ എല്ലാ ലൈവ് ക്ലാസ്സും മുടങ്ങാതെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്, ഒരു ദിവസം എനിക്ക് ക്ലാസ്സിൽ കയറാൻ പറ്റില്ല, അപ്പൊ അതുകൊണ്ട് ആ റെക്കോർഡ് ക്ലാസ് അന്ന് തന്നെ ഇട്ടുകൂടെ? അപ്പൊ അന്ന് തന്നെ ഇടാനായിട്ട് നമുക്കൊരു പരിമിതിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഗൂഗിൾ മീറ്റിൽ നിന്ന് ഇതിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത് നമുക്ക് ഇന്ന് രാത്രിയോ ചിലപ്പോൾ നാളെ രാവിലെയോ ആയിരിക്കും, ചിലപ്പോൾ ഇന്ന് വൈകുന്നേരമായിരിക്കും. അപ്പൊ ആ സമയത്ത് നമ്മുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന സമയമായിരിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് തൊട്ടടുത്ത പ്രവർത്തി ദിവസം അതിന്റെ ഔട്ട്പുട്ട് എടുത്ത് അത് കംപ്രസ് ചെയ്ത് ചുരുക്കി അതിനുശേഷമാണ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ അത് ഇട്ട് തരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് തൊട്ടടുത്ത പ്രവർത്തി ദിവസം ഉച്ചക്ക് 2 മണിക്കുള്ളിൽ ലഭിക്കും എന്ന് പറയുന്നത്. അപ്പൊ എന്റെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ, തിങ്കളാഴ്ച നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് കിട്ടുമോ? തിങ്കളാഴ്ച എനിക്ക് ചറവറ കോള് വരുന്ന ദിവസമാണ്. സാറേ, റെക്കോർഡ് ക്ലാസ് വന്നിട്ടില്ലല്ലോ. ഇല്ല. തിങ്കളാഴ്ച റെക്കോർഡ് ക്ലാസ് കിട്ടൂല. എന്താണ് കാരണം എന്താ? കമോൺ. സൺഡേ ഹോളിഡേ. പിന്നെ തൊട്ടുപുറകിൽ സാറ്റർഡേ ക്ലാസ് ഉണ്ടായിട്ടില്ല. ഫ്രൈഡേ ആണ് ക്ലാസ് ഉണ്ടായിരുന്നത്. ഫ്രൈഡേയിലെ ക്ലാസ് നമ്മൾ ശനിയാഴ്ച ഓൾറെഡി ഇട്ടു. പിന്നെ തിങ്കളാഴ്ച റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, അപ്പോ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഇതാണ്.
10:30 മുതൽ 11:30 വരെയാണ് സമയം. ഗൂഗിൾ മീറ്റും ഗൂഗിൾ ക്ലാസ് റൂമുമാണ് നിങ്ങൾക്ക് വേണ്ടത്. ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകൾ കിട്ടും, PDF നോട്ട് കിട്ടും, മോക്ക് ടെസ്റ്റുകൾ കിട്ടും. ഓക്കെ, ഇതാണ് പ്രധാനമായിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിനകത്ത് 6 ചാപ്റ്റർ ആണുള്ളത്. 6 ചാപ്റ്റർ 4 മൊഡ്യൂള്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉള്ളത്. 4 മൊഡ്യൂളും 6 ചാപ്റ്ററും. പക്ഷെ നിങ്ങൾക്ക് പരീക്ഷ നടക്കുന്നത് 500 മാർക്കിലായിരിക്കും നിങ്ങളുടെ മൊത്തം എക്സാം. 100 മാർക്ക് വീതമുള്ള 4 പരീക്ഷകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. 100 മാർക്ക് വീതമുള്ള 4 പരീക്ഷകളാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക. ഓക്കെ, 100 മാർക്കിനകത്ത് 36 മാർക്കാണ് നിങ്ങൾ വിജയിക്കാൻ വേണ്ടി വാങ്ങേണ്ട മാർക്ക് എന്ന് പറയുന്നത്. 36 മാർക്കാണ്. 100 മാർക്കിൽ 36 മാർക്കാണ് വാങ്ങേണ്ടത്. ഓക്കെ, നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ഓൺലൈൻ എക്സാം ആയിരിക്കും. നിങ്ങൾ തൊഴിലിടത്തിൽ ഇരുന്നോ, വീട്ടിലിരുന്നോ, അന്യദേശങ്ങളിൽ, വിദേശത്തോ, എവിടെ ആയിക്കോട്ടെ, ലോകത്തിന്റെ ഏത് കോണിലിരുന്നും നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും എക്സാം അറ്റൻഡ് ചെയ്യാനും ഉള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. നമ്മുടെ എക്സാം നടത്തുന്നത് സർട്ടിഫിക്കേഷൻ കൗൺസിൽ നേരിട്ടാണ്. എന്നാൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്നുള്ള ഇൻവിജിലേറ്റർമാര് ഉണ്ടാകും. പ്ലസ് ഈ സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഷാഡോ ഇൻവിജിലേറ്റർമാർ കൂടി ആ നിങ്ങളുടെ എക്സാം മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതൊരു ലൈവ് വീഡിയോ സ്ട്രീമിംഗ് എക്സാം ആയിരിക്കും. ഓരോരുത്തരുടെയും എക്സാം, ആ എക്സാം ഷെഡ്യൂളിങ് ലൈവ് സ്ട്രീം വീഡിയോ റെക്കോർഡഡ് ആയിരിക്കും. അത് AI ആണ് ഡിറ്റക്ട് ചെയ്യുന്നത്. AI ഡിറ്റക്ട് ചെയ്യുന്ന ഒരു സംവിധാനമാണ് സർട്ടിഫിക്കേഷൻ കൗൺസിലിനുള്ളത്. അപ്പൊ നമുക്കൊരു തോന്നാണേ, നമ്മൾ നമ്മുടെ വീടിന്റെ അകത്തിരുന്നാണല്ലോ എക്സാം എഴുതുന്നത്. ടെക്സ്റ്റ് ബുക്ക് വെറുതെ ഒന്ന് തുറന്നു, ഈ സൈഡിൽ നമ്മൾ മൊബൈലിലാണ് എക്സാം എഴുതുന്നത്. മേശപ്പുറത്ത് നമ്മൾ ഒരു ടെക്സ്റ്റ് ബുക്ക് തുറന്നു വെച്ചിട്ട് എക്സാം എഴുതിയാലോ എന്നുള്ളൊരു തെറ്റായ ചിന്ത വന്നാൽ നമ്മുടെ അപ്പിയറൻസിനകത്ത്, നമ്മുടെ ബോഡി ലാംഗ്വേജിനകത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ അവർ നോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കോഴ്സിൽ നിന്ന് ഡിബാർ ചെയ്യുന്നതായിരിക്കും. ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം പറയാം സോളമൻ. ഓക്കെ, അപ്പോ ഇതാണ് പ്രാഥമികമായിട്ടുള്ള എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഇപ്പോ ഫേക്ക് അല്ല ഈ കാര്യം എന്നുള്ള കാര്യം മനസ്സിലായി. 3000 രൂപ അടച്ചാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് അടുത്ത സംശയം വരാൻ പോകുന്നത് 3000 രൂപയാണ് ഈ കോഴ്സിൽ എന്ന് പറയുമ്പോഴേ അടുത്ത സംശയം വരാൻ പോകുന്നത്, പിന്നെ സർട്ടിഫിക്കറ്റ് ഒരു വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കില്ല. 3000 രൂപക്കല്ലേ പഠിപ്പിക്കണേ. അവിടെ എറണാകുളത്തെ ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് 1,20,000 പഠിപ്പിക്കുന്നു, വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് 40,000 പഠിപ്പിക്കുന്നു. അപ്പോൾ വാല്യൂ ഉണ്ടാവില്ല. ഇതായിരിക്കും പിന്നെ അടുത്ത സംശയം. അപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റ് എന്താണെന്ന് പരിശോധിക്കാം. നമ്മുടെ ഈ കോഴ്സിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് തികച്ചും സൗജന്യമാണ്. തികച്ചും സൗജന്യമായ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ഒരുപാട് നാഷണൽ ലെവലിലുള്ള ഒരുപാട് സർട്ടിഫിക്കേഷൻ കൗൺസിലുകളെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ഒരു 3-4 സർട്ടിഫിക്കേഷൻ കൗൺസിലുകളുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിലാണ് ഭാരത് സേവക് സമാജ്, BSS. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. മറ്റൊന്നാണ് NCVRT, നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ എഡ്യൂക്കേഷൻ റിസർച്ച് ട്രെയിനിങ് സെന്റർ. വേറെ ഒന്നാണ് RSDCA, റീജിയണൽ സ്കിൽ ഡെവലപ്മെന്റ് സർട്ടിഫിക്കേഷൻ അതോറിറ്റി. നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ RSDCA ആണ്. 6-7 ഫീച്ചേഴ്സ് ആണ് ആ സർട്ടിഫിക്കറ്റിനുള്ളത്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സർട്ടിഫിക്കറ്റ് എത്രത്തോളം പിന്നെ മൂല്യമുള്ളതാണ്, എത്രത്തോളം വില പിടിച്ചതാണ് എന്നുള്ള കാര്യം നമ്മൾ അടുത്തതായി പരിശോധിക്കാൻ പോകുന്നത്. ഡൗട്ടുകൾ എല്ലാവരും നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോളൂ. ഞാൻ ഓരോന്നിന്റെയും മറുപടി പറയുന്നതാണ്. ഒന്നാമത്തേത്, അത് സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. സെൻട്രൽ ഗവൺമെന്റ് അംഗീകൃത സ്വയംഭരണ സ്ഥാപനമാണ് ഏത് RSDCA എന്ന് പറയുന്നത്. അത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന, നാഷണൽ ലെവലിലുള്ള, ദേശീയ തലം എന്ന് വെച്ചാൽ ഇന്ത്യയൊട്ടാകെ അംഗീകാരമുള്ള നാഷണൽ ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരു സർട്ടിഫിക്കേഷൻ കൗൺസിൽ ബോഡിയാണ്. രണ്ടാമത്തേത്, ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത്, ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയ സർട്ടിഫിക്കറ്റ് ആണ്. നാലാമത്തേത്,
മോഫ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അഞ്ചാമത്തേത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. ആറാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. ISO സർട്ടിഫിക്കറ്റ് ഉണ്ട്. അടുത്തത് UAE അറ്റസ്റ്റേഷൻ, സൗദി അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ, ഇതെല്ലാം ലഭ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. ഇതെല്ലാം ഓരോന്നും എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഇനി. ഓക്കെ, ഒന്ന് ഞാൻ പറഞ്ഞു സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡിയാണ്. രണ്ടാമത്തേത് ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. എന്താണ് ഓൺലൈൻ വെരിഫിക്കേഷൻ? ആരെങ്കിലും ഒരാൾ പറയാമോ? ഓക്കെ, ഞാൻ തന്നെ പറയാം. ഓൺലൈൻ വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സർട്ടിഫിക്കറ്റിനകത്തെ RSDCയുടെ സർട്ടിഫിക്കറ്റിനകത്ത് നിങ്ങൾ ഡിജിറ്റൽ കോപ്പി ആയിരിക്കും ഇപ്പൊ കണ്ടിട്ടുണ്ടാവുക. അതിന്റെ പിന്നെ ഹാർഡ് കോപ്പിക്കകത്ത് അതിന്റെ ഒരു സേഫ്റ്റി ബാഡ്ജ് ഉണ്ടാവും, ഒരു ഹോളോഗ്രാം ഉണ്ടാവും, RSDCയുടെ ഒരു സീൽ ഉണ്ടാവും, അത് കൂടാതെ ഒരു QR കോഡ് ഉണ്ടാവും. നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും നിങ്ങളുടെ തൊഴിൽദാതാവിന്റെ മുന്നിൽ, നിങ്ങളുടെ എംപ്ലോയറുടെ മുന്നിൽ, നിങ്ങളുടെ എംപ്ലോയർ തൊഴിൽ തരുന്നയാളുണ്ടല്ലോ, എംപ്ലോയറുടെ മുന്നിൽ ഈ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ എംപ്ലോയർക്ക് അവിടെ ഇരുന്നുകൊണ്ട് ആ QR കോഡ് സ്കാൻ ചെയ്താൽ അത് നേരെ പോകുന്നത് ഈ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് ഓട്ടോണമസ് ബോഡി വെബ്സൈറ്റിലേക്കാണ്. ആ വെബ്സൈറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ അതിന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വെരിഫിക്കേഷൻ ചേർന്ന് സർട്ടിഫിക്കറ്റിൽ ഒരു സീരിയൽ നമ്പർ ഉണ്ടാകും. ആ സീരിയൽ നമ്പർ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോ ഇവിടെ കാണുന്ന 2 പേര് അനീന ജോർജ്, ഫാത്തിമ നാസർ. അപ്പൊ അനീന ജോർജിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണെന്ന് ഇരിക്കട്ടെ. ആ സീരിയൽ നമ്പർ അവിടെ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അനീന ജോർജ് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അതിൽ അകത്തുണ്ടാവും. പിന്നെ അനീന ജോർജ് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാവും, എത്ര ആണ് ഈ ക്ലാസിന്റെ ഡ്യൂറേഷൻ എന്നുള്ളത് ഉണ്ടാകും. ഇതിനകത്ത് അനീന ജോർജിന്റെ പെർഫോമൻസ് സ്കോറിംഗ് എങ്ങനെയാണെന്നുള്ളത് ഉണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം ആ വെബ്സൈറ്റിൽ ഉണ്ടാകും. അപ്പോ ഒരു സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത എംപ്ലോയർക്ക് എവിടെ ഇരുന്നും പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. പുതിയ ഡിജിറ്റൽ കാലത്തിന്റെ, സാങ്കേതിക വിദ്യയുടെ പുതിയ കാലത്ത് ഉള്ള ഒരു സംവിധാനമാണ് അത്. അപ്പൊ ആ സംവിധാനം വഴി അതിന്റെ ആധികാരികത അദ്ദേഹത്തിന്, തൊഴിൽദാതാവിന് വേറെ എങ്ങും പോകാതെ തന്നെ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഓൺലൈൻ വെരിഫിക്കേഷൻ സാധ്യമായ സർട്ടിഫിക്കറ്റ് ആണ്. മൂന്നാമത്തേത് ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ. എന്താണ് ഇന്ത്യൻ എംബസി? ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യക്കകത്തുള്ള നമ്മുടെ ഇന്ത്യയിലെ പൗരന്മാരുണ്ടല്ലോ, ഇന്ത്യൻ പൗരന്മാർ വിദേശത്തോട്ടൊക്കെ പോകും, പല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ. ഇന്ത്യൻ എംബസി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൗരന്മാരുടെ മൊത്തം കാര്യങ്ങൾ, വിദേശ രാഷ്ട്രങ്ങളിലേക്ക് പോകുന്ന ഇന്ത്യൻ പൗരന്മാരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു ഔദ്യോഗിക സംവിധാനമാണ് ആ ഇന്ത്യൻ എംബസിയുടെ അറ്റസ്റ്റേഷൻ. ഈ സർട്ടിഫിക്കറ്റിന്റെ ആധികാരികത ഇന്ത്യൻ എംബസി അറ്റസ്റ്റ് ചെയ്ത് തരുന്നതാണ്. അതാണ് അടുത്ത ഒരു ഫീച്ചർ എന്ന് പറയുന്നത്. മറ്റൊന്ന് മോഫ അറ്റസ്റ്റേഷൻ, മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അറ്റസ്റ്റേഷൻ അവൈലബിൾ ആണ്. മറ്റൊന്ന് ISO സർട്ടിഫിക്കറ്റ്, ISO സർട്ടിഫൈഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മുടേത്. മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് UAE അറ്റസ്റ്റേഷൻ അവൈലബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ്. പിന്നെ അടുത്തത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ. നമ്മൾ 10ാം ക്ലാസ്സും +2 ഒക്കെ കഴിയുമ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. ആ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേരിനോടൊപ്പം നമ്മുടെ ഈ കോഴ്സ് കൂടി നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള രജിസ്ട്രേഷൻ ഈ സർട്ടിഫിക്കറ്റിൽ വെച്ച് ആധികാരികമായി ചേർക്കുന്നതിനുള്ള സംവിധാനം ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, അപ്പൊ അത്രയും വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ നിങ്ങൾക്ക് തരുന്നത്. ആ സർട്ടിഫിക്കറ്റ് തികച്ചും സൗജന്യമാണ്, ഈ കോഴ്സിനോടൊപ്പം അറ്റാച്ച്ഡ് ആണ്. ഓക്കെ, എന്നാൽ ഒരു സർട്ടിഫിക്കറ്റ് കൂടിയിട്ടുണ്ട്. ഒരു സർട്ടിഫിക്കറ്റ് RSDCയുടെ സർട്ടിഫിക്കറ്റ്, മറ്റൊരു സർട്ടിഫിക്കറ്റ് SDC കാനഡ എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അല്ല, ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ വില പിടിച്ചിട്ടുള്ള വാലിഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് തരുന്നത്. 140-ലേറെ ലോകരാഷ്ട്രങ്ങളിൽ തൊഴിൽ നൈപുണ്യത്തിന്റെ ഔദ്യോഗിക വക്താവായിട്ടുള്ള SDC കാനഡ എന്ന് പറയുന്ന കാനഡ ആസ്ഥാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ആ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അത് എല്ലാവരും വാങ്ങണം എന്നില്ല, നിർബന്ധമില്ല. ഈ ക്ലാസ്സിലുള്ള ആരും തന്നെ വാങ്ങണമെന്നും നിർബന്ധമില്ല. നിങ്ങളിൽ ആരെങ്കിലും വിദേശത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ, എന്നെങ്കിലും വിദേശത്തേക്ക് പോകുമെന്ന് ഉറപ്പുള്ളവർ, അല്ലെങ്കിൽ ഭാര്യ വിദേശത്ത് ഉണ്ട്,
ഭർത്താവ് നാട്ടിലാണ്, അപ്പൊ വിദേശത്ത് പോയിട്ട് ഒരു ജോലി നേടണം എന്നുള്ള ആളുകൾ, അല്ലെങ്കിൽ ഭർത്താവ് വിദേശത്തുണ്ട്, ഭാര്യ ഇവിടെയുണ്ട്, അങ്ങോട്ടേക്ക് ഒരിക്കലും പോകണം എന്നുള്ളവർ, അല്ലെങ്കിൽ അവിടെ പോയി സെറ്റിൽഡ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ, അങ്ങനെയുള്ളവർ ഈ സർട്ടിഫിക്കറ്റ് നിർബന്ധമായും വാങ്ങിയിരിക്കണം. കാരണം വിദേശങ്ങളിൽ ഡ്യുവൽ സർട്ടിഫിക്കേഷനുള്ള സ്കിൽ കോഴ്സുകളെ പ്രീമിയം കോഴ്സുകളായിട്ടാണ് പരിഗണിക്കാറുള്ളത്. ഡ്യുവൽ സർട്ടിഫിക്കേഷനുള്ള കോഴ്സുകൾ പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കും. അതുകൊണ്ട് പ്രീമിയം കോഴ്സുകളായി പരിഗണിക്കുന്നത് കൊണ്ട് ഈ നാഷണൽ സർട്ടിഫിക്കറ്റ് കൂടാതെ ഒരു ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ളത് നിങ്ങളുടെ പ്രയോറിറ്റിക്ക് ഗുണകരമായിരിക്കും. അതുകൊണ്ടാണ് അത് വാങ്ങണം എന്ന് നമ്മൾ പറയുന്നത്. വാങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, ഒരു നിർബന്ധവും ഇല്ല. അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. അത് ഈ കോഴ്സിനൊപ്പം ഫ്രീ ആയിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളതല്ല. അതിന് 1600 രൂപ നിങ്ങൾ പ്രത്യേകമായി അടക്കേണ്ടതുണ്ട്. അതിപ്പോഴല്ല അടക്കേണ്ടത്, എക്സാം ഫീസ് അടക്കുന്ന സമയത്ത്, എക്സാമിന്റെ സമയത്താണ് നിങ്ങൾ അടക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അടക്കാം. അപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം, സാർ എനിക്ക് എക്സാമിന്റെ സമയത്ത് എനിക്ക് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വേണ്ട, ഒരു 6 മാസം കഴിഞ്ഞിട്ടാണ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് വേണ്ടത്, അപ്പോ കിട്ടുമോ? കിട്ടൂല. ഓക്കെ, കിട്ടില്ല. എക്സാം കഴിഞ്ഞ് നിങ്ങളുടെ റിസൾട്ട് വരുന്ന ആ സമയത്തിനുള്ളിലെങ്കിലും പറഞ്ഞാൽ മാത്രമേ കിട്ടുള്ളൂ. അതിനകത്ത് മറ്റൊരു പ്രശ്നം കൂടിയിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങളുടെ കോഴ്സ് ഇപ്പൊ കഴിഞ്ഞിരിക്കട്ടെ, കഴിഞ്ഞു, ഇന്ന് വരുന്നത് പിന്നെ ഏപ്രിൽ 30-ാം തീയതിയാണ്, കോഴ്സ് കഴിഞ്ഞു. ഏപ്രിൽ 30-ാം തീയതി നിങ്ങൾ വിദേശത്തേക്ക് പോകാൻ ആലോചിച്ചിട്ടേ ഇല്ല. നിങ്ങളുടെ നാട്ടിലെ പുഴയിൽ ഇറങ്ങി കുളിച്ച്, അമ്പലത്തിൽ ഉത്സവം കണ്ട്, പള്ളിയിലെ പെരുന്നാൾ കൂടി സന്തോഷത്തോടെ ഇവിടെ ചെറിയൊരു ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെന്ന് വിചാരിക്കുക. കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് നിങ്ങളുടെ ഉള്ളിൽ ഒരു ആഗ്രഹം വിദേശത്ത് പോയി സെറ്റിൽഡ് ആവണം. അപ്പൊ അങ്ങനെ വിദേശത്ത് പോയി സെറ്റിൽഡ് ആവാൻ വേണ്ടി ആലോചിക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഈ സർട്ടിഫിക്കറ്റിനെ കുറിച്ച് ആലോചിക്കുക. അപ്പൊ അന്ന് ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാല്, സർട്ടിഫിക്കറ്റ് കിട്ടും കേട്ടോ, കിട്ടാതിരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷെ അന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാല്, ആ സമയത്തെ ഡേറ്റ് ആയിരിക്കും മതി കിടക്കുന്നത്. നിങ്ങളുടെ എംപ്ലോയറുടെ മുമ്പിൽ കൊണ്ടുപോയി 2 സർട്ടിഫിക്കറ്റ് കൂടി കൊടുക്കുകയാണ്. ഒരു കോഴ്സിന്റെ 2 സർട്ടിഫിക്കറ്റുകൾ 2 ഡേറ്റ് ആയി കിടക്കുകയാണ്. 6 മാസം കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ്. ആ സർട്ടിഫിക്കറ്റിന്റെ ക്രെഡിബിലിറ്റിയും നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും, ഒരു ഉദ്യോഗാർത്ഥി എന്നുള്ള തരത്തിലുള്ള നിങ്ങളുടെ ക്രെഡിബിലിറ്റിയും അതോടുകൂടി പോകും. മനസ്സിലായി? അപ്പൊ അതുകൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് നിശ്ചയമായിട്ടും വിദേശത്തേക്ക് പോകുന്നവർ അതാത് സമയത്ത് തന്നെ വാങ്ങണം എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ സർട്ടിഫിക്കറ്റിന്റെ കാര്യം പറഞ്ഞു, എക്സാമിന്റെ കാര്യം പറഞ്ഞു, ഗൂഗിൾ മീറ്റ്, ഗൂഗിൾ ക്ലാസ് റൂമിന്റെ കാര്യം പറഞ്ഞു. അടുത്തത് ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഫീസ് എങ്ങനെയാണ് അടക്കേണ്ടത്? ഇപ്പൊ നിങ്ങളിൽ എല്ലാവരും തന്നെ ആദ്യത്തെ 1000 രൂപ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുണ്ടാകും. ആദ്യത്തെ 1000 രൂപ നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് അടച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ബാക്കിയുള്ള ഫീസ് നിങ്ങൾ അടക്കേണ്ടത് 1000 രൂപ വീതമുള്ള 2 മാസ തവണകളായാണ്. ആ 1000 രൂപ എപ്പോഴാണ് അടക്കേണ്ടത്? ആദ്യത്തെ 2 മാസമാണ് അടക്കേണ്ടത്. കോഴ്സ് കഴിയുന്ന സമയത്തല്ല, നിശ്ചയമായും തുടക്കത്തിൽ തന്നെ ആദ്യത്തെ 2 മാസ തവണകളായി 1000 രൂപ വീതം അടക്കണം. ഇനി ആർക്കെങ്കിലും ഒരുമിച്ചടക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഒരുമിച്ചടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മെയ് മാസം 10-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ അടക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ 1700 രൂപ അടച്ചാൽ മതി. 2000 രൂപ അടക്കണ്ട, 300 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് 1000-ൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. 300 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. ഹലോ, ഞാൻ പറയാം. സംശയങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോളൂ. ഷഹന, പറയാട്ടോ. എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാം. നിങ്ങൾ അപ്പോ ആകെ അടക്കേണ്ടത് 3000 രൂപയാണ്. അതിൽ 1000 രൂപ നിങ്ങൾ അടച്ചിട്ടുണ്ട്, ബാക്കി 2000 രൂപയാണ് അടക്കേണ്ടത്. അത് ഒന്നുകിൽ മാസ തവണകളായി അടക്കാം, അതല്ലെങ്കിൽ 1700 രൂപയായിട്ട് വൺ ടൈം ആയി അടക്കാം. ഓക്കെ, ഇതാണ് അതിന്റെ മറ്റൊരു ഭാഗം. രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങളുടെ എക്സാം ഫീസ് ആദ്യത്തെ 2 മാസങ്ങളിൽ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങളുടെ കോഴ്സ് ഫീസ് അടച്ചു കഴിഞ്ഞാൽ, എക്സാം ഫീസ് 2000 രൂപയാണല്ലോ, ആ എക്സാം ഫീസ് നിങ്ങൾ ഒരുമിച്ച് അടക്കണ്ട. എക്സാം ഫീസ് 2 മാസ തവണകളായി അടച്ചാൽ മതി. 1000 രൂപ വീതമുള്ള 2 മാസ തവണകളായി അടച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് അതൊരു വലിയ ഭാരമായി തീരുകയില്ല. അപ്പോഴേക്കും 4 മാസമേ ആവുള്ളൂ. 5-ാമത്തെ മാസത്തിലായിരിക്കും നിങ്ങളുടെ എക്സാം നടക്കുന്നത്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എക്സാമുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. മറ്റൊന്ന് ഫീസ് കളക്ട് ചെയ്യുന്നത്. ഫീസ് കളക്ട് ചെയ്യുന്നതിന് ഒരു നിശ്ചിത ദിവസം നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. ആ ദിവസം നിങ്ങളെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള, നമ്മുടെ അക്കൗണ്ട് സെക്ഷനിൽ നിന്നുള്ള ജീവനക്കാർ നിങ്ങളെ വിളിക്കുന്നതാണ്. ആ പേയ്മെന്റ് ടീം, അക്കൗണ്ട്സ് ടീം നിങ്ങളെ വിളിക്കും. ഇത്രാം തീയതിക്കുള്ളിൽ ഫീസ് അടക്കണം എന്നുള്ള ഒരു ഫസ്റ്റ് ഓറൽ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരും. രണ്ടാമത് അവര് ഒരു റിമൈൻഡർ മെസ്സേജ് കൂടി ഇടും. നിങ്ങൾ
ആ നിശ്ചിതമായിട്ടുള്ള തീയതിക്കുള്ളിലാണ് ഫീസ് അടക്കേണ്ടത്. ഞാൻ പറഞ്ഞു നമ്മളൊരു നാമമാത്രമായിട്ടുള്ള ഫീസ് വാങ്ങിച്ചുകൊണ്ടാണ് ഈ കോഴ്സ് ചെയ്യുന്നത്. 1,20,000 രൂപക്ക് പഠിപ്പിക്കുന്ന ഒരു കോഴ്സ്, അല്ലെങ്കിൽ 40,000 രൂപക്ക് പഠിപ്പിക്കുന്ന ഒരു കോഴ്സാണ്. അതിന്റെ 10% പോലും ഫീസ് വാങ്ങാതെയാണ് നമ്മൾ ഈ കോഴ്സ് പഠിപ്പിക്കുന്നത്. അപ്പോ അതിനകത്ത് നിങ്ങളുടെ കൂടി പരിപൂർണമായിട്ടുള്ള ഒരു സഹകരണം ഞങ്ങൾക്ക് ഉണ്ടായേ പറ്റൂ. വളരെ 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 തുച്ഛമായ നാമമാത്രമായിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാത്രമാണ് നമ്മൾ ഇതിൽ നിന്ന് എടുക്കുന്നത്. കാരണം നമ്മൾ വേറെ ചില കോഴ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ തുച്ഛമായിട്ടുള്ള പ്രോഫിറ്റാണ് എടുക്കുന്നത്. പക്ഷെ ആ പൈസ കിട്ടുക എന്നുള്ളത് പരമപ്രധാനമാണ്. ആ പറഞ്ഞിട്ടുള്ള നിശ്ചിത തീയതിക്കുള്ളിൽ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ദൈനംദിന ചെലവുകൾ ഞങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് നിങ്ങൾ തരുന്ന ഈ ചെറിയ ഫീസിൽ നിന്നാണ്. അപ്പോ നമ്മുടെ ഓഫീസുകളുടെ വാടക, ഞാൻ പറഞ്ഞല്ലോ 5 ഓഫീസുകളുണ്ട്, 130ഓളം വരുന്ന ജീവനക്കാരുണ്ട്, അവരുടെ ശമ്പളം, കറണ്ട് ചാർജ്, പെട്രോൾ കാശ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സോഫ്റ്റ്വെയറുകളുടെ വാടക, ഇതെല്ലാം നിങ്ങൾ തരുന്ന ദൈനംദിന വാടകയിൽ നിന്ന്, ദൈനംദിന ചെലവുകൾ നടത്തുന്നത് നിങ്ങൾ തരുന്ന ഫീസിൽ നിന്നാണ്. അപ്പൊ അതിനകത്ത് ഒരു മുടക്കം വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തിനെ സാരമായി ബാധിക്കുന്ന ഒന്നാണ്. അപ്പൊ നിർബന്ധമായും എല്ലാവരും തന്നെ ആ നിശ്ചിത തീയതിക്കുള്ളിൽ ഫീസ് അടക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാലും നമ്മളെല്ലാവരും മനുഷ്യരാണല്ലോ. ചില സാഹചര്യങ്ങളിലൊക്കെ പെട്ടുപോകാം. ഹോസ്പിറ്റൽ കേസുകൾ, ജീവിതത്തിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ദുരന്തങ്ങൾ ഒക്കെ വന്നേക്കാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു മാസം ഫീസ് അടക്കാൻ പറ്റിയില്ല എന്ന് വിചാരിക്കുക. പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കാര്യം വളരെ ഫ്രാങ്കായി നമ്മുടെ അക്കൗണ്ട്സ് ടീമിനോട് തുറന്ന് പറയുക. ഓക്കെ, അക്കൗണ്ട്സ് ടീമിനോട് നിശ്ചയമായിട്ടും നിങ്ങൾ തുറന്ന് പറയുക. അത് തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് നമ്മളെ അറിയിക്കുകയും നമ്മൾ അതിനൊരു സമയം നിങ്ങൾക്ക് അനുവദിച്ചറിയുകയും ചെയ്യാം. കാരണം പലർക്കും അങ്ങനെ ഹോസ്പിറ്റൽ കേസൊക്കെ വരാറുണ്ട്. പിന്നെ അവർ അക്കൗണ്ട്സ് ടീം വിളിച്ചാൽ ഫോൺ എടുക്കാത്ത സിറ്റുവേഷൻ വരും. അത് ഫോൺ എടുക്കാതിരിക്കലല്ല ചെയ്യേണ്ടത്, ഫോൺ എടുക്കുക, ഉള്ള കാര്യം കൃത്യമായിട്ട് പറയുക. ഓക്കെ, മറ്റൊരു കാര്യം, പിന്നെ അല്ലെങ്കിൽ മെസ്സേജ് ആയിട്ടെങ്കിലും ഒരു റിപ്ലൈ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, പ്രശ്നങ്ങൾ പരസ്പരം മനസ്സിലാക്കാനായിട്ട് പറ്റില്ലേ? ഞങ്ങൾ ഉണ്ടാവുന്നേ കൂടാ. അപ്പൊ പൈസ ഇല്ല എന്നുള്ളൊരു കാരണം കൊണ്ടുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ പൈസ അടക്കാന്നുള്ള ഒരു സമയം കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതിയാകും. ഓക്കെ, അപ്പോ ഇത്തരം കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി പറയാനുള്ളത് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 2 കാര്യങ്ങൾ കൂടിയാണ്. ആ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കാം. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെയും സംശയങ്ങളിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, അതായത് പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ഓക്കെ, ഞാൻ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ കേട്ടോ. അതിനു മുമ്പുള്ള കാര്യം, നമ്മുടെ ഈ കോഴ്സ് PSC അപ്രൂവ്ഡ് ആണോ? ആരെങ്കിലും ഒരാൾ പറയാമോ? PSC അപ്രൂവ്ഡ് ആണോ? അല്ല. എന്തുകൊണ്ടല്ല? ഇതൊരു പ്രൈവറ്റ് സെക്ടർ. ഷഹന പറയൂ. പ്രൈവറ്റ് സെക്ടറിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോഴ്സ് അല്ലേ, അപ്പൊ PSC അപ്രൂവ്ഡ് ആയിരിക്കും. അതാണ് ഈ കോഴ്സ്. പിന്നെ PSC അംഗീകൃതമല്ല. അപ്പൊ ചില ആൾക്കാരെങ്കിലും ചോദിക്കും, വൈ നോട്ട്? PSC അംഗീകൃതമല്ല എന്ന് പറയുന്നത് HR മാനേജ്മെന്റിന്റെ ഡിപ്ലോമ കോഴ്സ് അടിസ്ഥാന യോഗ്യതയായി PSC ഒരു തസ്തികയിലേക്കും ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നില്ല. അതാണ് അതിന്റെ യഥാർത്ഥത്തിലുള്ള ഉത്തരം. PSC HR മാനേജ്മെന്റിന്റെ ഡിപ്ലോമ കോഴ്സ് അടിസ്ഥാന യോഗ്യതയായി ഒരു തസ്തികയിലേക്കും ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നില്ല. അങ്ങനെ ഒരു തസ്തിക ഇല്ല നിലവിൽ. ഇത് സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലെ മനുഷ്യ വിഭവശേഷിയെ കാര്യക്ഷമമായി നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൽ കോഴ്സാണ്. ഓക്കെ, ഒരു സ്കിൽ കോഴ്സാണ്. അപ്പോ അതുകൊണ്ടാണ് ഇത് PSC അപ്രൂവ്ഡ് അല്ലാത്തത് കേട്ടോ. അടുത്ത കാര്യം, പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രജിസ്ട്രേഷൻ ചെയ്യാന്ന് പറഞ്ഞല്ലോ. എന്തോ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയാം. സംശയങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ ഇതിന്റെ ഫ്ലോ പോയാലേ പിന്നെ സംശയങ്ങളിലോട്ട് പോകും. സീനത്തല്ലേ ചോദിച്ചത്, നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഞാൻ പറയാം. ഓക്കെ, അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, പിന്നെ പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ HR മാനേജ്മെന്റ് പഠിപ്പിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമുണ്ട്. ചാനലുകളിലൊക്കെ ഒരുപാട് പരസ്യമുള്ള ഒരു സ്ഥാപനം.
ആ സ്ഥാപനത്തിൽ ഡിപ്ലോമ ഇൻ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറയുന്ന 4 മാസത്തെ കോഴ്സിന് 60,000 രൂപയാണ് ഫീസ്. 60,000 രൂപയാണ് ഫീസ്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മുടേതുപോലെ തന്നെ സെയിം സാധനം. അപ്പോ അവിടെ ഇപ്പോ നിങ്ങൾ ആരെങ്കിലും വിളിച്ചു എന്നിരിക്കട്ടെ, അങ്ങനെ ആരെങ്കിലും ഒരാളെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പറയുന്നത് ആദ്യം കോഴ്സിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. എല്ലാം പറഞ്ഞു തന്നിട്ട് പറയും ഇന്ന് തന്നെ ഫീസ് അടച്ചോളൂ. ആദ്യം ഒരു ഇനീഷ്യൽ പേയ്മെന്റ് ആയിട്ട് ഒരു 6,000 രൂപ അടച്ചാൽ മതി, 100% പ്ലേസ്മെന്റ് ഉണ്ട്. ഓക്കെ, നമ്മുടെ PROമാര് നമ്മുടെ ക്ലാസിന്റെ ഡീറ്റെയിൽസിനെ സംബന്ധിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞത് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലേസ്മെന്റ് ആൻഡ് പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്? നിങ്ങൾക്ക് ഇത് കേട്ടപ്പോഴേ ആദ്യത്തെ ആ ചാനലിലൊക്കെ, ഞാൻ സ്ഥാപനത്തിന്റെ പേര് പറയുന്നില്ല, ചാനലിലൊക്കെ പിന്നെ പരസ്യം ചെയ്യുന്ന സ്ഥാപനത്തിൽ വിളിക്കുന്നവരോട് അവർ പറയുന്നു 100% പ്ലേസ്മെന്റ് ഉണ്ട്. ഞങ്ങൾ പറയുന്നു 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഉണ്ട്. എന്താ നിങ്ങൾക്ക് തോന്നുന്ന കാര്യം എന്താണ്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു കാര്യം ആരെങ്കിലും ഒരാൾ പറയാം. ഇന്റർവ്യൂ ബേസ്ഡ് ആയിരിക്കുമല്ലേ പ്ലേസ്മെന്റ്? ഷഹന അതൊരു പോയിന്റാണ് ഷഹന പറഞ്ഞത്. പക്ഷെ ഒന്ന് പറഞ്ഞ് ഇത് കേൾക്കുമ്പോ, ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ്, ഇത് കേൾക്കുമ്പോൾ 100% പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ ഞാൻ പറയാമെന്ന കാര്യമാണ് ഷഹന പറഞ്ഞത്. യെസ്, സോളമൻ കുര്യാക്കോസ് പറഞ്ഞത്, അതെ, റോഷൻ വിജയ് പറഞ്ഞത് കൃത്യ ഉത്തരം. ഈ നാട്ടിലെ സാധാരണക്കാരൻ വിചാരിക്കോ 100% പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ ധരിക്കുന്നത് എന്താണെന്നറിയോ? 8,000 രൂപ അടച്ചാല് ജോലി ഉറപ്പാണ്. ഈ സ്ഥാപനം ജോലി മേടിച്ചു തരും, ജോലി വാങ്ങിതാ കയ്യിലോട്ട് വെച്ച് തരും എന്നാണ് ധരിക്കുന്നത്. 100% എല്ലാവർക്കും കിട്ടുമോ എന്ന് അറിയൂല. ഞാൻ വിശദീകരിക്കാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. 100% പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ഫ്രോഡലന്റ് ആയിട്ടുള്ള ഒരു ഓഫറാണ്. തട്ടിപ്പാണ്. അത് തന്നെ, അതെ, സോളമൻ കുര്യാക്കോസ് പറഞ്ഞു ഉത്തരം. ഞാൻ പറയാൻ പോയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താണെന്നറിയോ? ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരെ, ഞാന് എന്റെ നാട്ടിലുണ്ടായിട്ടുള്ളൊരു കഥ പറയാം. എന്റെ നാട്ടിലുണ്ടായ ഒരു കാര്യമാണ് കേട്ടോ. ഒരു സാധാരണ കുടുംബം. ആ കുടുംബത്തിലെ പെൺകുട്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ കോഴ്സിന് ചേർന്നു. അപ്പൊ ആ കുട്ടിക്ക് എന്നെ അറിയാവുന്ന അവിടുത്തെ ലൈബ്രറിയുടെ പ്രവർത്തകൻ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അല്ലാതെ നമ്മളിങ്ങനെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നടത്തുന്നു ഇതൊന്നും അറിയൂല. ഞാൻ ഒരു ദിവസം ഈ കുട്ടിയെ കണ്ടിങ്ങനെ എന്ത് ചെയ്യണം മോളെ എന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചു പറയും ചേട്ടക്കിങ്ങനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചേർന്നാക്കിയാണ്. ഞാൻ അപ്പൊ തന്നെ തലയിൽ കൈവച്ചു. അപ്പൊ ചേർന്നാക്കുന്നത് കേരളത്തിൽ വളരെയധികം പരസ്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലാണ്. അപ്പൊ ആ കൊച്ചു പറയാണ് ചേട്ടാ കഴുത്തിൽ കിടന്നിരുന്ന ആകെ ഉണ്ടായിരുന്ന ഒരു മാലയാണ്, ആ മാല കൊണ്ടുപോയി പണയം വെച്ചിട്ടാണ് പൈസ അടച്ചത്. എന്താന്ന് വെച്ചാല് ജോലി ഉറപ്പായിട്ടും കിട്ടും ചേട്ടാ. 6 മാസം പഠിച്ചു കഴിഞ്ഞാല് 100% പ്ലേസ്മെന്റ് ഉറപ്പാണ്. അപ്പൊ ആ കുട്ടി ധരിച്ചത് അങ്ങനെയാണ്. ഞാൻ ആ കൊച്ചിനോട് അത് ഖണ്ഡിക്കാനോ ലംഘിക്കാനോ പറഞ്ഞ് മനസ്സിലാക്കാനോ പോയില്ല കേട്ടോ. ആ കുട്ടിയുടെ ഉള്ളിൽ അങ്ങനെ ഒരു നിരാശ, അത്രയും നാള് നേരത്തെ തന്നെ അതിന്റെ ഒരു പെയിൻ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ യഥാർത്ഥത്തില് 100% പ്ലേസ്മെന്റ് എന്ന് അവര് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങളും 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും രണ്ടും ഒന്നു തന്നെയാണ്. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അവർക്ക് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഇതിനകത്ത് 5 ഞാൻ കാണുന്ന ഒരു പേര് 5 ആ സ്ഥാപനത്തോട്ട് വിളിക്കുമ്പോൾ പറയാണ് 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, 100% പ്ലേസ്മെന്റ് ഉണ്ടെന്ന് പറയാണ്. 5 ഉടനെ ഒരു 6,000 രൂപ അടച്ചു ഇതെടുത്തു. അഞ്ജനയെ കുറിച്ച് അവർക്ക് ആ സ്ഥാപനത്തിന് എന്താണ് അറിയാവുന്നത്? ആകെ അഞ്ജന പറഞ്ഞു കൊടുത്ത് ഈ പേരറിയാം, അഞ്ജനയുടെ ഫോൺ നമ്പർ അറിയാം. ഈ 2 കാര്യങ്ങൾ അഞ്ജനയെ കുറിച്ച് ആ സ്ഥാപനത്തിന് അറിയുള്ളൂ. അഞ്ജനയുടെ പെർഫോമൻസ് ലെവൽ എന്താണെന്ന് അറിയില്ല, അഞ്ജനയുടെ അക്കാദമിക് മികവ് എന്താണെന്ന് അവർക്ക് അറിയില്ല, IQ ലെവൽ എന്താണെന്ന് അറിയില്ല. ഇതൊന്നും അറിയില്ലാത്ത ഒരാൾക്ക് 100% ജോലി ഓഫറാണ് എന്നുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള, വെറുതെ കണ്ണടച്ചിട്ടുള്ള ബ്ലൈൻഡ് ആയിട്ടുള്ള ഫ്രോഡലന്റ് ആയിട്ടുള്ള ഒരു ഓഫർ കൊടുക്കുകയാണ്. അത് തെറ്റായിട്ടുള്ള കാര്യമാണ്. അത് പ്ലേസ്മെന്റ് അല്ല. 100% പ്ലേസ്മെന്റ് എന്ന് വെച്ചാല് ഏത് സ്ഥാപനമാണെങ്കിലും അവരും പിടിച്ച് ജോലി കൊടുക്കണം. അങ്ങനെ ജോലി കൊടുക്കുന്നെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് സ്ഥാപനങ്ങൾ ഉണ്ടാകണമെന്ന് ഈ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് മുഴുവൻ ജോലി കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ ഉണ്ടാവില്ല.
ഒരു ഉദ്യോഗാർത്ഥിയെ ഒരു സ്ഥാപനം എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഉദ്യോഗാർത്ഥിക്ക് ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. ആ സ്ഥാപനം ആ ഉദ്യോഗാർത്ഥിയെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. ആ ജോലി കൃത്യമായി നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഉദ്യോഗാർത്ഥിയെ എടുക്കുന്നത്. അത് ആ സ്ഥാപനത്തിന്റെ ലാഭം എന്ന് പറയുന്ന ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഉദ്യോഗാർത്ഥി കാര്യക്ഷമമായി പണിയെടുക്കേണ്ടയാളാണ്. കാര്യക്ഷമമായി പണിയെടുക്കുന്ന ആളെയാണ് ഉദ്യോഗാർത്ഥിയായി അവിടെ നിയമിക്കുകയുള്ളൂ. ഒരു ഉദ്യോഗാർത്ഥി കാര്യക്ഷമമായി പണിയെടുക്കുന്ന ആളാണ് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പരിശോധിക്കണം? അതിനാണ് ഇന്റർവ്യൂ. ഇന്റർവ്യൂവിൽ എന്ത് പരിശോധിക്കും? ഈ കുട്ടിയുടെ പെർഫോമൻസ് നോക്കും, ഈ വിഷയത്തിലുള്ള ആഴത്തിലുള്ള അവഗാഹം നോക്കും, അക്കാദമിക് മികവ് നോക്കും, ഐക്യു ലെവൽ നോക്കുന്നു, അല്ലെങ്കിൽ ലോജിക്കൽ ടെസ്റ്റ് നടത്തും. ഇന്റർവ്യൂവിലുള്ള നിങ്ങളുടെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ഏതൊരു സ്ഥാപനത്തിലും ജോലി ലഭിക്കുക. 100% പ്ലേസ്മെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ നിങ്ങളുടെ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്ഥാപനം ഉണ്ടല്ലോ, അവർക്ക് എവിടം വരെ നിങ്ങളോടൊപ്പം വരാൻ പറ്റും. ഇന്റർവ്യൂ നടക്കുന്നത് ഈ റൂമിലാണെങ്കിൽ ഈ റൂമിന്റെ ഡോർ സ്റ്റെപ്പ് വരെ വരാൻ പറ്റും തോളിൽ കൈയിട്ട്. രാവിലെ ഇന്റർവ്യൂവിന് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഒരു ചായ മേടിച്ചു തരാൻ ചിലപ്പോൾ അവർക്ക് പറ്റുന്നു. തോളിൽ കൈയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കാൻ പറ്റുന്നു. ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിലേക്ക് ഒറ്റക്ക് നടന്നു ചെല്ലേണ്ടത് നിങ്ങളാണ്. ഇന്റർവ്യൂ ബോർഡിനെ അഭിസംബോധന ചെയ്യേണ്ടത് നിങ്ങളാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് നിങ്ങളാണ്. അവരോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങി വരേണ്ടത് നിങ്ങളാണ്. അത്ര നേരം വേറൊരാൾക്കും നിങ്ങളെ സഹായിക്കാൻ സാധ്യമല്ല. നിങ്ങളുടെ പെർഫോമൻസ് ആണ് നിങ്ങളുടെ ജോലിയെ നിശ്ചയിക്കുന്നത്. അവർ ഇന്റർവ്യൂ സെഷൻസ് നിങ്ങൾക്ക് ഇട്ടുതരും. ഇന്ന കമ്പനിയിൽ ഇന്റർവ്യൂ ഉണ്ട്, പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് തരും. അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ആണത്. നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിൽ ഇരുന്നിട്ട് നമുക്കൊരു പ്ലേസ്മെന്റ് സെല്ലുണ്ട്. അവർ വിവിധങ്ങളായിട്ടുള്ള കമ്പനികളെ വിളിച്ചിട്ട് അവിടെയുള്ള വേക്കൻസികളെ സംബന്ധിച്ചിട്ട് അറിയുകയും ആ വേക്കൻസികൾ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്, പങ്കെടുത്തോളൂ എന്ന് പറഞ്ഞ് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരികയാണ് ചെയ്യുന്നത്. ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് പകരം അവിടെ ചെന്നിരുന്ന് പെർഫോം ചെയ്യാനായിട്ട് നമുക്ക് പറ്റുമോ? പറ്റില്ല. അത് നിങ്ങളാണ് പെർഫോം ചെയ്യേണ്ടത്. അപ്പൊ ഇന്റർവ്യൂവിനകത്ത് പെർഫോം ചെയ്യണം. ഇന്റർവ്യൂവിനകത്ത് പെർഫോം ചെയ്യാനായിട്ട് ഒരു പക്ഷേ ഇതിനകത്ത് കുറെ ആൾക്കാരെങ്കിലും വീട്ടമ്മമാരുണ്ടാകും. ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടൊക്കെ ഉള്ള വീട്ടമ്മമാരുണ്ടാകും. ഒരുപാട് പണിത്തിരക്കുകളുള്ള ആളുകളാണ് അല്ലെ? ആ വീട്ടമ്മമാർക്കൊക്കെ പറ്റുന്ന രീതിയിൽ ഇന്റർവ്യൂവിൽ ചിലപ്പോൾ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരു ഇന്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാത്ത ആളുകളായിരിക്കും. അപ്പോ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഇന്റർവ്യൂ ഗ്രൂമിങ് സെഷൻ തികച്ചും സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇന്റർവ്യൂവിൽ എങ്ങനെയാണ് പങ്കെടുക്കുന്നത്, എങ്ങനെയാണ് ഡ്രസ് കോഡ്, ഓരോ സ്ഥലത്തും ഓരോ ഡ്രസ് കോഡ് ഉണ്ടല്ലോ ഇല്ലേ? ഓരോ സ്ഥലത്തും ഓരോ ഡ്രസ് കോഡ് ഉണ്ട്. നമ്മുടെ അധ്യാപികമാരൊക്കെ വരുമ്പോൾ ഇപ്പൊ ഞാനിത് ഒരു ഓവർകോട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ എല്ലാ അധ്യാപികമാരും വരുമ്പോൾ അവരൊരു ഓവർകോട്ട് ഇട്ടിട്ടുണ്ട്. വക്കീലന്മാരുടെ ഒരു യൂണിഫോം ഉണ്ട്. അതുപോലെ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നാം പാലിക്കേണ്ട ഒരു ഡ്രസ് കോഡ് ഉണ്ട്. ആ ഡ്രസ് കോഡിലായിരിക്കണം അവിടെ ചെല്ലേണ്ടത്. മനസ്സിലായി? നമ്മ വീട്ടിൽ നടക്കുന്ന പോലെ ചപ്പാച്ചായിട്ടല്ലല്ലോ നമ്മ പോണത്. അപ്പോ അവരെ ചെന്നിട്ട് അഭിസംബോധന ചെയ്യേണ്ടത് എങ്ങനെയാണ്, കസേരയിൽ ഇരിക്കേണ്ടത് എങ്ങനെയാണ്, നമ്മുടെ കൈകൾ എങ്ങനെയാണ് വെക്കേണ്ടത്. ചില ആളുകൾ ഇന്റർവ്യൂ ബോർഡിനൊക്കെ മേശപ്പുറത്ത് ഇങ്ങനെ വിരൽ കൊണ്ട് ഇങ്ങനെ കൊട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പോ നമ്മുടെ ജസ്റ്റേഴ്സ് അതെങ്ങനെയായിരിക്കണം, നമ്മുടെ സംസാരം തുടങ്ങേണ്ടത് എങ്ങനെയായിരിക്കണം, സല്യൂട്ടേഷൻ എങ്ങനെയായിരിക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ സംബന്ധിച്ചിട്ട് ഇന്റർവ്യൂ ഗ്രൂമിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സൗജന്യ സെഷൻ നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമായിട്ട് തരുന്നതാണ്. 2 ആഴ്ചയിൽ ഒരിക്കലും കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രാഥമികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ, നമ്മുടെ ടൈം വളരെ ചെറിയ ടൈമാണല്ലോ, ആ ടൈമിൽ പ്രാഥമികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 ആഴ്ചയിൽ ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിന്റെ ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ട് തരുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നത്. മറ്റൊന്ന് ഇന്റേൺഷിപ്പ്. ഇന്റേൺഷിപ്പ് നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് എന്ന് ചോദിച്ചാലും കിട്ടുന്ന ഒരു കാര്യമാണ്. ഇന്റേൺഷിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ്? നമ്മുടെ സ്ഥാപനത്തിൽ നിന്നൊരു ഓഫർ ലെറ്റർ മേടിക്കണം. സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് മുമ്പാണെങ്കിൽ ആ ഓഫർ ലെറ്ററിന് വെള്ള പേപ്പറിൽ നിങ്ങളുടെ അപേക്ഷ എഴുതി ഇങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ വാട്സപ്പിൽ ഇട്ടാൽ നിങ്ങളുടെ PROമാര് അക്കൗണ്ട്സ് ടീമിൽ അവർ നിങ്ങൾക്കൊരു ഇന്റേൺഷിപ്പിന്റെ ഓഫർ ലെറ്റർ ഇട്ട് തരും. അതിനൊരു 50 രൂപ, വെറും 50 രൂപ നിങ്ങൾ അടക്കേണ്ടതുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ. അങ്ങനെ നിങ്ങൾക്ക് അടുത്തുള്ള സ്ഥാപനങ്ങൾ, വീടിനടുത്തുള്ള സ്ഥാപനങ്ങളിലൊക്കെ ഇന്റേൺഷിപ്പ് എടുക്കാം. ഇന്റേൺഷിപ്പ് എടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, നിർബന്ധം ഇല്ല. ഈ കോഴ്സ് പൂർത്തിയാക്കുന്നതിനോ പഠിക്കുന്നതിനോ പിന്നെ എക്സാം എഴുതുന്നതിനോ സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിനോ ഇന്റേൺഷിപ്പ് നിർബന്ധമില്ല. ഇന്റേൺഷിപ്പ് ചെയ്താലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും.
എക്സാം എഴുതാൻ പറ്റും. കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഒരു മാൻഡേറ്ററി പോർഷൻ അല്ല അത്. പക്ഷെ നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുക്കുന്നതാണ് കൂടുതൽ ഉചിതം. എന്താ കാരണം എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് അറിയില്ലാത്ത, അറിഞ്ഞുകൂടാത്ത പുതിയ ഒരു തൊഴിൽ മേഖലയാണ്. ആ തൊഴിൽ മേഖലക്കകത്ത് നമ്മളിവിടെ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ പഠിച്ച കാര്യങ്ങൾ പ്രായോഗികമായിട്ട് ചെയ്ത് നോക്കുമ്പോഴാണല്ലോ കൂടുതൽ അനുഭവ സമ്പത്ത് നമുക്ക് കിട്ടുന്നത്. അങ്ങനെയുള്ള ഒരു എക്സ്പീരിയൻസിൽ കൂടി നിങ്ങൾ കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സെഷൻ, അങ്ങനെ ഒരു ഇന്റേൺഷിപ്പ് വേണം, ഒരു 2 മാസത്തെയോ മറ്റോ വേണം എന്ന് പറയുന്നത്. ഇന്റേൺഷിപ്പ് കൊണ്ട് മറ്റൊരു ഗുണം കൂടിയിട്ടുണ്ട്. നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്ന് നിങ്ങളുടെ ഒരു പങ്ക്ച്വാലിറ്റിയും ഡെഡിക്കേഷനും വർക്ക് സ്റ്റൈല് ഒക്കെ കണ്ടവർക്ക് ഇഷ്ടപ്പെട്ട് ഒരുപക്ഷെ അവിടെ തന്നെ നിങ്ങൾക്ക് പ്ലേസ്മെന്റ് കിട്ടിയേക്കാം. അങ്ങനെ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെ പഠിക്കുന്ന കുറെ വിദ്യാർത്ഥികൾക്കൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. മോണ്ടിസോറിയിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയ ഗുണമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് അതുവഴി ഒരു ജോബ് കിട്ടിയേക്കാം. ഓക്കെ, അപ്പോ ഇതാണ് ഇന്റേൺഷിപ്പുമായും പ്ലേസ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള കാര്യം. ഞാനപ്പോ എനിക്ക് പ്രാഥമികമായി പറയാനുള്ള കുറെ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷനിലേക്ക് കടക്കാം. നിങ്ങൾക്ക് ഉള്ള മുഴുവൻ സംശയങ്ങളും ചോദിക്കാം. ഒരൊറ്റ മിനിറ്റ് ചെറിയൊരു ബ്രേക്ക് എടുക്കാണ്. നിങ്ങൾ സംശയങ്ങളൊക്കെ റെഡിയാക്കി വെച്ചോളൂ. ആദ്യം ഞാൻ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് സംശയങ്ങൾ എഴുതിയിട്ടിട്ടുണ്ട്. ആ സംശയങ്ങൾക്ക് ആയിരിക്കും മറുപടി പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയങ്ങൾ ചോദിക്കാറുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുന്നതിന് ശേഷം സംശയങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, യെസ്, നമുക്ക് തുടങ്ങാം. എക്സാമിന്റെ സമയത്ത് പിന്നെ നിങ്ങളൊരു 100 രൂപ അധികമായിട്ട് അടക്കേണ്ട വരും കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ പ്രകാരം നിങ്ങളുടെ ID കാർഡ് വേണം. ID കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിട്ട്. അത് പറയും. ഓക്കെ, റൈറ്റ്. നമുക്കപ്പോ തുടങ്ങാം, സംശയങ്ങൾ തുടങ്ങാം. ഞാൻ ആദ്യം കമന്റ് ബോക്സിലേക്കാണ് പോകുന്നത്. There is lot of doubts. ഉടായിപ്പാണെന്ന് വിചാരിച്ചു. ദുബായ് ഒക്കെ നമുക്ക് ജോബ് കിട്ടുമോ? HR മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള സ്ഥലങ്ങള് കേരളത്തിലും ഇന്ത്യക്കകത്തേക്കാളും കൂടുതൽ വിദേശത്തുണ്ട്. ഒരുപാട് കമ്പനികൾ, ഒരുപാട് സ്വകാര്യ മേഖലയിലെ എണ്ണിയാലൊടുങ്ങാത്ത കമ്പനികളുണ്ട് കേട്ടോ. അപ്പൊ അവിടെ ജോബ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ PGയിലും ജോലി കിട്ടുന്നതാണ്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ PG ചെയ്യുന്നുണ്ട്. കൂടെ ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ HR മാനേജ്മെന്റ് കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ വലിയ ഒരു പ്രയോറിറ്റി, വലിയൊരു മുൻഗണന കിട്ടും. കാരണം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ HR മാനേജ്മെന്റിന്റെ ഭാഗങ്ങൾ വളരെ ഉപരിപ്ലവമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. അങ്ങനെയുള്ള ഒരു വളരെ ചെറിയ ഒരു ഭാഗമായിട്ടാണ് പറഞ്ഞു പോകുന്നത്. പക്ഷെ നമ്മൾ HR മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു വിഷയത്തിനകത്ത് കൂടുതൽ ആഴത്തിൽ നമ്മൾ കൂടുതൽ ആഴത്തിൽ നമ്മൾ പഠിക്കാം. അതിൽ നമ്മൾ സ്പെഷ്യലൈസേഷൻ നേടാം. അപ്പൊ അതുകൊണ്ട് അതൊരു വലിയ മുൻഗണന നിങ്ങൾക്ക് നേടിത്തരുന്ന ഒരു കാര്യമാണ്. മൈ സിസ്റ്റർ സ്റ്റഡീഡ് ഡിപ്ലോമ. ഓക്കെ, റൈറ്റ്. ഗൂഗിൾ ക്ലാസ് റൂം ഫോർ ലൈവ് ക്ലാസ്. ഒരു ദിവസം ലൈവ് സെഷൻ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ എന്തു ചെയ്യും? ഒന്നും ചെയ്യണ്ട, ഡോണ്ട് വറി. തൊട്ടടുത്ത ദിവസം അതിന്റെ റെക്കോർഡ് ക്ലാസ് നിങ്ങളുടെ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. അത് കണ്ടു പഠിക്കാം. ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ സാർ? നിലവിൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ല. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് ആവശ്യമായിട്ടുള്ള ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ, ടെക്സ്റ്റ് ബുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു ഫോൺ നമ്പർ പറയാം. ആ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചാൽ മതി. നമ്മുടെ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സെക്ഷനിൽ നിന്ന് നിങ്ങളോട് പറയും. ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി ചെയ്തിട്ടോ വാങ്ങണം എന്നേ. കമ്പൽസറി ഇല്ല ഈ കോഴ്സിന്. ഇപ്പോ ടെക്സ്റ്റ് ബുക്ക് കമ്പൽസറി ഇല്ല. PDF നോട്ട് കിട്ടും നിങ്ങൾക്ക്. പക്ഷെ ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് തന്നെ വേണം എന്ന് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നതാണ്. പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സെക്ഷനിൽ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ മറന്നുപോയി. എന്റെ ഫോൺ നമ്പർ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലല്ലോ. എല്ലാവരും ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിൽ ഈ നമ്പർ ഒന്ന് സേവ് ചെയ്ത് കമ്പൽസറി ആയിട്ട് വെക്കുക. 9235700300 9235700300.
സോറി, ഒരു സാർ മിസ്റ്റേക്ക്. ഒന്ന് പറയണേ. 9235700300 ഇതാണ് നമ്പർ കേട്ടോ. രണ്ടാമത്തെ ആക്കുന്നതാണ് നമ്പർ. 92 സോളമൻ കുര്യാക്കോസ് ഇട്ടിട്ടുണ്ട്. 9235700300. ഓർക്കാൻ എളുപ്പമുള്ള ഒരു നമ്പറാണ്. ഈ നമ്പർ നിർബന്ധമായും നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുക. കാരണം ഒരുപാട് ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജസ് നിങ്ങൾക്ക് വരുന്നത് ഈ നമ്പറിൽ നിന്നായിരിക്കും. അപ്പൊ എന്റെ നമ്പർ നിങ്ങളുടെ ഫോണിൽ സേവ്ഡ് അല്ല എങ്കിൽ നിങ്ങൾക്ക് ബ്രോഡ്കാസ്റ്റിംഗ് മെസ്സേജസ് നിങ്ങൾക്ക് ലഭ്യമാവുകയില്ല. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും നമ്പർ വെച്ചിട്ട് നമ്മളിവിടെ ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഒരുപാട് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നിങ്ങൾ അതുവഴിയായിരിക്കും അറിയിക്കുക കേട്ടോ. എന്റെ നെയിം ജയദേവ് പറഞ്ഞിരുന്നല്ലോ, വിട്ടുപോയല്ലേ? ഓക്കെ, റൈറ്റ്. ശരി, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. റെക്കോർഡ് ക്ലാസ് ടെക്സ്റ്റ് ബുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. കിട്ടും ഫ്രൈഡേ അല്ലേ കിട്ടും. ടെക്സ്റ്റ് ബുക്ക് കിട്ടുമോ പഠിക്കാൻ? ടെക്സ്റ്റ് ബുക്ക് കിട്ടും. ഇത് കഴിയുമ്പോൾ എന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ പ്രിന്റിംഗ് സെഷൻ കണക്ട് ചെയ്ത് തരാം. സാർ ഒരു ഡൗട്ട്, പിന്നെ മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പറയുന്നു ഡിഗ്രി ഉണ്ടെങ്കിൽ മാത്രമേ HR കോഴ്സ് ചെയ്യാൻ പറ്റൂ. യെസ്, പ്രധാനപ്പെട്ട ഒരു ചോദ്യം കേട്ടോ. മറ്റുള്ള എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും ഡിഗ്രി ഉണ്ടെങ്കിൽ പിന്നെ HR മാനേജ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്നല്ല പറയുന്നത്. പ്രധാനപ്പെട്ട കുറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകാർ അങ്ങനെ പറയുന്നുണ്ട്. ഓക്കെ, ഇത് ഒരു സ്കിൽ കോഴ്സാണ്. എന്താണ് ഇത്? ഈ കോഴ്സ് ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താ? സ്വകാര്യ മേഖലക്കകത്തുള്ള HR മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകളിലേക്ക് ജോലി നേടുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഡിഗ്രി ഉള്ള ഒരാൾക്കാണ് നേരെ HR മാനേജറായി, ശ്രദ്ധിച്ച് കേൾക്കണ പോയിന്റ്, നേരെ HR മാനേജറായിട്ട് ഡയറക്റ്റ് പോസ്റ്റിംഗ് കിട്ടുന്നത് എങ്ങനെയാ? ഡിഗ്രി ഉണ്ടായിരിക്കണം, കമ്പൽസറിയാ. HR മാനേജറായിട്ട് കേട്ടോ. 14ഓളം ജോബ് റോളുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. 14 ജോബ് റോളുകൾ, ഒരുപാട് അനലിസ്റ്റ് ജോബുകളുണ്ട്. ജോബ് അനലിസ്റ്റ് ജോബുകൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. അതുപോലെ തന്നെ HR മാനേജർ ഒഴിച്ചുള്ള അതിന് താഴെയുള്ള ഒരുപാട് ജോലികളുണ്ട്. ഈ ജോലികൾക്ക് ഒന്നിനും തന്നെ ഡിഗ്രി ആവശ്യമില്ല. +2 ആയാലും മതി. ഓക്കെ, അടുത്ത ചോദ്യം. സാർ ഒരു ഡൗട്ട്, അത് ചോദിച്ചത് സലാമൻ ഫാസ്. യെസ്, അശ്വിൻ സാർ ഒരു ഡൗട്ട്. നാളത്തെ ലൈവ് സെഷൻ ക്ലാസ് എനിക്ക് കയറാൻ പറ്റില്ല. ഓക്കെ, മറ്റന്നാളെ റെക്കോർഡ് സെഷൻ ഗൂഗിൾ ക്ലാസ് റൂമിൽ കാണാമല്ലോ. സോ അറ്റൻഡൻസ് കിട്ടുമോ? ഓക്കെ, അറ്റൻഡൻസ് നമ്മുടെ ക്ലാസ്സിനകത്ത് നിർബന്ധമേ ഇല്ല. ഇതിനകത്ത് പഠിക്കുന്നതിൽ ഒരുപാട് പേര് വേറെ കോഴ്സുകൾ ചെയ്യുന്നവരുണ്ട്, വീട്ടമ്മമാരുണ്ട്, വേറെ തൊഴിൽ ചെയ്യുന്നവരുണ്ട്. അവർക്ക് എല്ലാവർക്കും ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റിയത് വരൂലെന്ന്. ഇപ്പൊ നിങ്ങളുടെ ബാച്ചിൽ 100 വിദ്യാർത്ഥികളുണ്ട്. ഇപ്പൊ ക്ലാസ്സിൽ കയറി അങ്ങനെ എത്ര പേരാണ്? 30% പേരാണ്, 32 പേരാണ്. 32% പേര് ഇപ്പൊ കയറിയിട്ടുള്ളതേ കേട്ടോ. സാറേ, ഈ കോഴ്സ് പഠിച്ചാൽ ഉറപ്പായും ഒരു ജോലി കിട്ടുമോ? ഇതിന് സ്ഥാപനം സഹായിക്കുമോ? ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടുന്നതിനുള്ള 100% പ്ലേസ്മെന്റ് അസിസ്റ്റൻസി സ്ഥാപനം തരുന്നതാണ്. ഒരു കാര്യം, നിങ്ങളുടെ പെർഫോമൻസ് ആണ് ഇതിനകത്ത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാര്യം. എന്റെ ഒരു മോണ്ടിസോറി ക്ലാസ്സിലെ ഒരു കുട്ടി ജോയിൻ ചെയ്തിരുന്നു. അപ്പോ നമുക്ക് ആദ്യത്തെ ദിവസം അറിയാൻ പറ്റില്ലല്ലോ കുട്ടികളെ. എനിക്കൊരു 2 മാസം കഴിഞ്ഞപ്പോൾ മനസ്സിലായി ആ കുട്ടി ആ കോഴ്സ് പഠിച്ചിട്ടേ കാര്യമില്ല എന്ന് മനസ്സിലായി. കാരണം ആ കുട്ടി അങ്ങനെയുള്ള ചെറിയ ചില കുറവുകളുള്ള ഒരു കുഞ്ഞാണത്. അത് ഒരാളുടെയും കുറവല്ല. പക്ഷെ ഞാൻ ആ കുട്ടിയുടെ പാരന്റ്സിനെ വിളിച്ചിട്ട് കാര്യം സംസാരിക്കും. കാരണം ഈ കുട്ടിക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് ഇത് പഠിക്കുന്നതെങ്കിൽ ആ കുട്ടി അത് പഠിപ്പിക്കേണ്ട, ജോലി കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളവരെ നമ്മൾ ആ കുട്ടിയോട് തുറന്ന് സംസാരിച്ചു. ആ കുട്ടിയുടെ പാരന്റ്സിനോട് തുറന്ന് സംസാരിച്ചു. അപ്പൊ പാരന്റ്സ് പറഞ്ഞു, സാറ് ഞങ്ങൾക്ക് ആ കാര്യം അറിയാം, ആ കുട്ടിയെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കോഴ്സ് ചെയ്യുന്നത് എന്നാണ് നമ്മളോട് പറഞ്ഞത്. ഓക്കെ, ഞാൻ പറഞ്ഞു എന്ന് വെച്ചാൽ നിങ്ങളുടെ പെർഫോമൻസ് ലെവലിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ജോലി കിട്ടുക. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഒഴിവുകളെ സംബന്ധിച്ചിട്ട് എവിടെയൊക്കെയാണ് ഇന്റർവ്യൂസ് ഉള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് അറിയിപ്പ് തരാനായിട്ട് നമ്മുടെ പ്ലേസ്മെന്റ് സെല്ലിന് സാധിക്കും കേട്ടോ. റൈറ്റ്, അടുത്തത് ആരാണ്? ഇല്ല, അറ്റൻഡൻസ് എടുക്കും. അറ്റൻഡൻസ് ഇല്ല, അറ്റൻഡൻസ് നിർബന്ധമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഓക്കെ സാർ, PDF നോട്ട്സ് ഇതുവരെ ഗൂഗിൾ ക്ലാസ് റൂമിലോ വാട്സപ്പ് ഗ്രൂപ്പിലോ വന്നിട്ടില്ല. എപ്പോഴാണ് അത് കിട്ടുക? അത് അടുത്ത ദിവസം കിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ റെഗുലർ ക്ലാസ് ആരംഭിക്കുന്നതിന് മുമ്പാണ് നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ PDF നോട്ട് കിട്ടുന്നത്. ഇപ്പൊ റെഗുലർ ക്ലാസ് ആരംഭിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടാണ്.
ടെക്സ്റ്റ് ബുക്ക് വാങ്ങണമെന്നുള്ളവർ എൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നതാണ്. അതിന്റെ പ്രൈസും ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സെക്ഷനിൽ നിന്ന് പറയുന്നതാണ്. ഓക്കെ, ക്ലാസ് റൂമിനെ കുറിച്ചുള്ള വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണം. പടച്ചോനെ, അത് ചെയ്തിട്ടില്ല ഇതുവരെ? ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടില്ലെങ്കിൽ നിശ്ചയമായിട്ടും ഇന്ന് തന്നെ കിട്ടും. നാളെ നിങ്ങളുടെ റെഗുലർ ക്ലാസ് ആരംഭിക്കുകയല്ലേ, കിട്ടും കേട്ടോ. ഓക്കെ, ഡോൺ വറി, കിട്ടും. നിങ്ങളുടെ റെഗുലർ ക്ലാസ് ആരംഭിക്കുന്നത് നാളെയാണ്. അപ്പോൾ ഇന്ന് രാത്രി നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ കയറുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ കിട്ടുന്നതാണ്. ഓക്കെ, ഇപ്പോ ഇതിനകത്തുള്ള കാര്യങ്ങൾ, ഒരാളെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പിന്നെ പേര് രജിസ്റ്റർ ചെയ്യുന്നത് പിന്നെ എന്തിനാണെന്ന് ചോദിച്ചിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷെ ആ മെസ്സേജ് ഇതിൽ കാണുന്നില്ല. ഡിലീറ്റ് ചെയ്ത് പോയോ അറിയില്ല. ഞാൻ പറയാം, അതിന്റെ ഉത്തരം കൂടി ഞാൻ പറയാം. അതായത് ഇപ്പോ എക്സാമ്പിൾ പറയാവുന്നത്, PSC അപ്രൂവ്ഡ് അല്ല ഈ കോഴ്സ് എന്ന് പറഞ്ഞല്ലോ. PSC അപ്രൂവ്ഡ് അല്ലാത്തതിന്റെ കാരണവും പറഞ്ഞു. എന്നാൽ എംപ്ലോയ്മെന്റ് PSC അംഗീകാരം ഇല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ പറ്റുമോ? യെസ്, പറ്റും. മലേഷ്യയിൽ ജോബ് കിട്ടുമോ? ലോകത്തിൽ എവിടെയൊക്കെ സ്വകാര്യ കമ്പനികളുണ്ടോ, എവിടെയൊക്കെ മനുഷ്യനെ ഉപയോഗിച്ച് ഈ പണിയൊക്കെ നടത്തുന്നുണ്ടോ, അവിടെ എല്ലായിടത്തും ഇതിനുള്ള ജോലി സാധ്യതയുണ്ട്. അതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്ര നാളും ഇല്ലാത്ത രീതിയിൽ ഈ കോഴ്സ് പിന്നെ പൊന്തി വന്നത് അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലോകക്രമത്തിനകത്ത് മനുഷ്യന്റെ വിഭവശേഷിയെ സമർത്ഥമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശാസ്ത്രമാണ് HR മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അപ്പോ മനുഷ്യനെ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുണ്ടോ അവിടെ എല്ലായിടത്തും എന്തുണ്ട്? ഈ HR മാനേജർ വേണം, അല്ലെങ്കിൽ HR അനലിസ്റ്റിനെ വേണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവനക്കാരെ ആവശ്യമുണ്ട്. ഓക്കെ, റൈറ്റ്. PSC അപ്രൂവ്ഡ് അല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോ പറയാവുന്നത്, നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഒരു കോഴ്സാണ്. ആ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നത് സ്വകാര്യ മേഖലയിലാണ്. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലല്ല ജോലി ലഭിക്കുന്നത്. പക്ഷേ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുള്ള ഒരു വിദ്യാർത്ഥി ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ താൽക്കാലിക വേക്കൻസിക്ക് വേണ്ടി ശ്രമിച്ചെന്നിരിക്കട്ടെ. താൽക്കാലിക ജോലി ആയിരിക്കും അത്. പക്ഷെ താൽക്കാലിക ജോലി എന്ന് വെച്ചാൽ താൽക്കാലിക ജോലി എന്നായിരിക്കും പേരെങ്കിലും ചിലപ്പോൾ ഒരു 10-20 വർഷം അവിടെ ജോലി ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പോ അവർ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഇതുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു പ്രയോറിറ്റി കിട്ടും. ഇപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഗവൺമെന്റ് സ്ഥാപനങ്ങളാണല്ലോ ഇത് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ രജിസ്ട്രേഷനകത്ത് HR മാനേജ്മെന്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളൊരു ഒരു ഓഫീസ് ജോബിനാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഒരു യോഗ്യതയൊക്കെ വെച്ചിട്ട് ഒരു ഓഫീസ് ജോബിനാണ് വിളിക്കുന്നത്. നിങ്ങളുടെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷനകത്ത് പിന്നെ HR മാനേജ്മെന്റിന് സർട്ടിഫിക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അവിടെ ഒരു വലിയ മുൻഗണന, ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് ഒരു മുൻഗണന നേടിത്തരുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ സാധ്യമാകുന്നതും അത് നിങ്ങൾക്ക് ഉപകരിക്കുന്നതും. ഓക്കെ, റൈറ്റ്. ഇനി നമുക്ക് സംശയങ്ങളെല്ലാം എഴുതി 8 സംശയങ്ങളുടെ എല്ലാത്തിന്റെയും ഉത്തരം കഴിഞ്ഞു. ഇനി നമുക്ക് പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ഓറലായിട്ട് ഇപ്പൊ ചോദിക്കാം. ആദ്യം പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക. ഓരോരുത്തരായി വേണം സംശയങ്ങൾ ചോദിക്കാനായി. സർ, ഞാൻ ഷഹാന എന്നാണ് നെയിം. ഈ ഇന്റേൺഷിപ്പ് ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും? ഇന്റേൺഷിപ്പ് 1 മാസം മുതൽ 3 മാസം വരെ ചെയ്യാം. 1 മാസം മുതൽ 3 മാസം വരെ ചെയ്യാം. പറഞ്ഞോട്ടെ, നമ്മൾ ഇന്റേൺഷിപ്പ് 2-3 കാര്യങ്ങൾക്ക് പോയിട്ടാണ്. ഞാനൊന്ന് മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, നമ്മൾ ഇന്റേൺഷിപ്പ് ഞാൻ മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഷഹാന, കാരണം നോയ്സ് വരുന്നു. അതുകൊണ്ടാണ്. നമ്മൾ ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് പ്രധാനമായും എന്തിനു വേണ്ടിയിട്ടാണ്? ഒന്ന്, നമുക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത്, നമുക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ ഫ്രഷർ അല്ല. അടുത്ത സ്ഥലത്ത് അപേക്ഷിക്കുമ്പോൾ നമുക്ക് ഇത്ര മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പൊ മിനിമം ഒരു 3 മാസമൊക്കെ ഇന്റേൺഷിപ്പ് എടുക്കുന്നതാണ് ഉചിതമായിട്ടുള്ള കാര്യം കേട്ടോ. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ, ഇന്റേൺഷിപ്പിന്റെ സമയത്ത് സ്റ്റൈപ്പൻഡ് കിട്ടുമോ? പറയാം. അതൊരു നല്ലൊരു ചോദ്യമാണ് കേട്ടോ. ഇന്റേൺഷിപ്പിന്റെ സമയത്ത് സ്റ്റൈഫൻഡ് കിട്ടുമെന്നുള്ളതാണ്. ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ലോകത്തിന്റെ തന്നെ എന്റർപ്രണേഴ്സിന്റെ ഇന്റേൺഷിപ്പിന് ഫീസ് വേറെ ഉണ്ടാവും. വേറെ ഫീസ് ഒന്നുമില്ല. ഇന്റേൺഷിപ്പ് സമയത്ത് ഇന്റേൺഷിപ്പിന് ഫീസ് എന്തിനാണ് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, ഞാൻ വിശദീകരിക്കാം എന്തായാലും. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജോലി പരിചയത്തിന് വേണ്ടിയിട്ടാണ്. ഏത് സിനിമയാണെന്ന് ഞാൻ പിന്നെ ഫ്രണ്ട്സ് സിനിമയിലാണോ തോന്നുന്നു. ഫ്രണ്ട്സ് സിനിമ, അതെ അതിൽ തന്നെയാണ്. ജഗതിക്ക് പെയിന്റ് അടിക്കാൻ വേണ്ടി 3 പേരെ കിട്ടും. ആരെയൊക്കെയാണ് കിട്ടുന്നത്?
അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിമാരായിട്ട് ആരെയൊക്കെ കിട്ടുന്നത്? ജയറാമിനെ കിട്ടും, മുകേഷിനെ കിട്ടും, ശ്രീനിവാസനെ കിട്ടും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ സിനിമ. അപ്പോ അതിന് ജഗതി അതിൽ കാണുന്ന ഏറ്റവും വലിയ ലാഭം എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഫുൾ ടച്ച് കൊടുക്കണം, ഫുൾ ലേബർ കൊടുക്കണം. ഇവർക്ക് പൈസ കൊടുക്കണ്ട, ഒരു പണി പഠിക്കാൻ വേണ്ടിട്ട് വന്നവരാണല്ലോ, പൈസ കൊടുക്കണ്ട, പണി എടുപ്പിക്കാം. നേരത്തെയുള്ള കൺസെപ്റ്റ് അങ്ങനെ ആയിരുന്നു. ഓക്കെ, ഇപ്പോ നിലവിലത്തെ നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ വർത്തമാനകാല സമയത്ത് ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, കുറച്ച് സ്ഥാപനങ്ങൾക്ക് ഇന്റേൺഷിപ്പിന് മാസം 1000 രൂപയൊക്കെ അങ്ങാട് വാങ്ങുന്നുണ്ട്. അങ്ങാടെ ഇന്റേൺഷിപ്പിന് അങ്ങോട്ടേക്ക് പൈസ വാങ്ങുന്നുണ്ട് ചില സ്ഥാപനങ്ങൾ. 1000 രൂപയൊക്കെ ചിലപ്പോൾ 3 മാസത്തേക്ക് വാങ്ങുന്നത്. 1000 രൂപ തരാൻ നിങ്ങൾ ഇന്റേൺഷിപ്പ് എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. ചില സ്ഥാപനങ്ങൾ ഇന്റേൺഷിപ്പ് സമയത്ത് ഇങ്ങോട്ടേക്ക് ഒരു നിശ്ചിത പൈസ സ്റ്റൈഫൻഡ് ആയിട്ട് തരുന്ന സ്ഥാപനങ്ങളുണ്ട്. അതൊരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റിന്റെ നയപരമായിട്ടുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇറ്റ്സ് റിലേറ്റഡ് ദയർ പോളിസി മാറ്റർ. അവരുടെ ഒരു പോളിസി മാറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് അത്. ഓക്കെ, അപ്പൊ അത് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അതിനെ സംബന്ധിച്ചിട്ട് നിങ്ങൾ ചെല്ലുന്ന സ്ഥാപനത്തിന്റെ സ്വഭാവം പോലെ ആയിരിക്കും അത്. ഓക്കെ, റൈറ്റ്. വേറെ സംശയം എന്തായിരുന്നു? വേറെ ആരാണുള്ളത്? സാർ, ഈ ജോലി ഏജ് ലിമിറ്റ് പറയാം. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഈ കോഴ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ കൗൺസിലിന്റെ ഇത് പ്രകാരം 46 ഇയർ വരെയാണ്. പക്ഷെ ചില ആളുകള് വേറെ മേഖലയിലൊക്കെ ഒരുപാട് പിന്നെ എക്സ്പീരിയൻഡ് ആയിരിക്കും, അവർ. ആ എക്സ്പീരിയൻഡ് ആയിട്ടുള്ള ആളുകൾ അവർക്ക് ഈ കോഴ്സ് ചെയ്യാം. അവർക്ക് കാരണം അത്ര നീണ്ട ഒരു ലോങ് എക്സ്പീരിയൻസ് ഉണ്ടാവും. ബാക്ക് ത്രൂ ജേണിയിൽ ഒരു ലോങ് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ അവർക്ക് അതിൽ ഏജ് പ്രശ്നമില്ല. പുതിയതായിട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു 46 വയസ്സ് വരെയൊക്കെയാണ് ഉചിതമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ജോലി കിട്ടാനുള്ള സാധ്യതയിൽ ഒരു കുറവുണ്ടാകാം. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരാൾ പേര് ഷഹാന പറയൂ. PDF നോട്ട് ആയിട്ട് നമുക്ക് തരുന്നത് തന്നെയല്ലേ ടെക്സ്റ്റിൽ ഉണ്ടാവുക? അതെ, PDF നോട്ട് സെയിം PDF നോട്ടാണ്. അത് നമ്മൾ ഒരു ഒരു ടെക്സ്റ്റ് ബുക്ക് രൂപത്തിലാക്കി സ്പൈറൽ ചെയ്തിട്ടായിരിക്കും തരുന്നത്. ഓക്കെ, റൈറ്റ്. സെയിം PDF ആണ് കേട്ടോ ടെക്സ്റ്റ് ആയിട്ട് തരുന്നത്. ഓക്കെ, പറയൂ. അടുത്ത ചോദ്യം. സാർ, നമുക്ക് ബികോം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ മാനേജ്മെന്റ് അല്ലാതെ മാനേജർ ഇന്റേൺഷിപ്പ് കിട്ടാൻ വഴിയുണ്ടോ? കിട്ടും. ഡയറക്റ്റ് പോസ്റ്റിംഗും കിട്ടും. HR മാനേജറായിട്ട് ഡയറക്റ്റ് പോസ്റ്റിംഗ് കിട്ടും. ബികോം ഉള്ള വിദ്യാർത്ഥികൾക്ക് ഭയങ്കര അവസരമല്ലേ? ചോയ്സ് ആണ്. ബികോം മാത്രമല്ല, ഡിഗ്രി ഏതായാലും മതി. ഡിഗ്രി എന്ന് പറയുന്നത് ക്വാളിഫിക്കേഷൻ ആണ്. ബികോം നമുക്ക് പഠിച്ചിട്ടുണ്ട്. ഈ കല്യാണവുമായി ബന്ധപ്പെട്ടുള്ള ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പ്രൊഫഷണലി പഠിച്ചിട്ടുണ്ട്. അക്കാദമിക്കലി എക്സാം ഗൈഡ് ഉണ്ടാവും. ഇല്ല, എക്സാം ഗൈഡ് ഒരു 4th ആവുമോ? എക്സാം ഗൈഡ് പറയാട്ടോ. ഡയറക്റ്റ് മാനേജറുടെ ഇന്റേൺഷിപ്പ് നമുക്ക് കിട്ടുമോ? കിട്ടും. ഓക്കെ. ഒരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണേ. ഈ ഒരുപാട് തിരക്കുള്ള ആളുകളെ ലൈവ് ക്ലാസ്സും നെക്കുർ ക്ലാസ്സൊന്നും കാണാൻ പറ്റാത്ത ആളുകൾ, അവർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗൈഡ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോ ആ ഗൈഡിന്റെ പണിപ്പുരയിലാണിപ്പോ. നിങ്ങളുടെ ക്ലാസ് തുടങ്ങി ഒരു 3 മാസം ആകുമ്പോഴേക്കും 3 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് ആ ഗൈഡ് അവൈലബിൾ ആണ്. ആ ഗൈഡ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് ഈ പരീക്ഷ വിജയിക്കാൻ പറ്റും. 100% മാർക്കും ആ ഗൈഡിൽ നിന്നും 100% ചോദ്യങ്ങളും ആ ഗൈഡിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പിന്നെ നിലവിൽ അതായത് പ്ലേസ്മെന്റ് കിട്ടിയ ആരുടെങ്കിലും ഞാൻ പറയാം, HR മാനേജ്മെന്റിന്റെ കോഴ്സ് നമ്മൾ ആരംഭിച്ചത് കഴിഞ്ഞ മാസമാണ്. അതിനു മുമ്പ് നമ്മൾ HR മാനേജ്മെന്റിന്റെ കോഴ്സ് നമ്മൾ ചെയ്തിട്ടേ ഇല്ല. ഓക്കെ, നമ്മൾ ഫസ്റ്റ് ബാച്ച് പഠിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പോകുന്നേ ഉള്ളൂ. HR മാനേജ്മെന്റിന്റെ ഞങ്ങൾ 14 വർഷക്കാലമായിട്ട് വിദ്യാഭ്യാസ മേഖലയുള്ളവരാണ്. നമ്മൾ ഓരോ സീസണിൽ ഓരോ തരത്തിലുള്ള കോഴ്സുകളാണ് ചെയ്യുന്നത്. ഓരോ തരത്തിലുള്ള കോഴ്സുകളാണ്. നമ്മൾ അറ്റ് എ ടൈം ഒരു 2-3 കോഴ്സ് ചെയ്യാറുള്ളൂ. അതിൽ കൂടുതൽ കോഴ്സുകൾ എടുക്കുകയേ ഇല്ല. കാരണം എല്ലാ കോഴ്സുകളും കൂടി എടുത്തിട്ട് ആ വിദ്യാർത്ഥികൾക്ക് ഒരു ഗുണകരമല്ലാത്ത രീതിയിൽ എല്ലാവരും പഠിച്ചിറക്കി വിടൽ മാത്രമല്ലല്ലോ, അവർക്ക് ജോലി കിട്ടുക എന്നുള്ളത് പരമപ്രധാനമായ കാര്യമാണ്. ഒരു വലിയ സ്വപ്നം കണ്ടിട്ടാണല്ലോ ചെറിയ ഫീസാണെങ്കിലും നിങ്ങളുടെ വിലയേറിയ സമയം, വിലയേറിയ അധ്വാനം ഇതൊക്കെ
മുടക്കിക്കൊണ്ട് ഇതിന്റെ പുറകെ നിൽക്കുന്നത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ജോലി കിട്ടുക എന്നുള്ളത് നിങ്ങളെക്കാൾ ആഗ്രഹം ഞങ്ങൾക്കാണ്. എന്താണ് കാരണം? പറയാമോ ആരെങ്കിലും? പറയോ? കേൾക്കുന്നില്ല. ഷിംജു അതോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ റെപ്യൂട്ടേഷനെ അത് പരമപ്രധാനമാണെന്ന്. നിങ്ങളാണ് ഇനി വരും കാലത്ത് ഞങ്ങളുടെ മഞ്ജു വാര്യർമാരും മോഹൻലാൽമാരും. മനസ്സിലായി? മൈജിയുടെ അംബാസഡറാണ് മഞ്ജു വാര്യർ അല്ലേ? നിങ്ങളാണ് ഞങ്ങളുടെ സ്മാർട്ട് ശ്രീയുടെ മഞ്ജു വാര്യർമാരും മോഹൻലാൽമാരും ആയിട്ട് നിൽക്കേണ്ട ആളുകൾ നിങ്ങളാണ്. നിങ്ങൾക്ക് ജോലി കിട്ടുമ്പോ നിങ്ങളുടെ നാത്തും ചോദിക്കും, എടി നിനക്ക് എങ്ങനെ ജോലി കിട്ടി? അപ്പൊ പറയും സ്മാർട്ട് സ്കില്ലിൽ പഠിച്ചിട്ടാ ജോലി കിട്ടിയത് എന്ന് പറയും. അപ്പൊ നിങ്ങൾക്ക് ജോലി വാങ്ങിത്തരുന്നത് നിങ്ങളെക്കാളും കൂടുതൽ കമ്മിറ്റ്മെന്റ് ഞങ്ങൾക്കാണ്. എങ്ങനെയെങ്കിലും ജോലി മേടിച്ചു തരണം. മനസ്സിലായില്ലേ? അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മാക്സിമം എഫർട്ട് നമ്മൾ ചെയ്യും. നമുക്കൊരു ലോങ് റണ്ണിൽ പ്രവർത്തിക്കുന്ന ഒരു പ്ലേസ്മെന്റ് സെൽ ഉണ്ട്, എക്സ്പീരിയൻഡ് ആയിട്ടുള്ള പ്ലേസ്മെന്റ് സെൽ ഉണ്ട്. അവർ ഒരുപാട് സ്ഥലത്തേക്ക് വിളിച്ച് ഇതിന്റെ ഒരു ഡാറ്റാസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ആ ഡാറ്റകൾ വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ളത് ഉണ്ടാവും. നിലവിൽ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുള്ള ആരും തന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചവരില്ല. എന്താ കാരണം? പഠിച്ചിറങ്ങിയിട്ടില്ല ആരും. കഴിഞ്ഞ മാസമാണ് നമ്മൾ സെക്കൻഡ് ബാച്ചാണ്, മാനേജ്മെന്റിന്റെ സെക്കൻഡ് ബാച്ചാണ്. നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ നമുക്ക് 3 ക്ലാസ്സുകളുണ്ട്. ബാച്ച് വെച്ചിട്ട് നിങ്ങൾ സെക്കൻഡ് ബാച്ചാണ്. ക്ലാസ് നിങ്ങൾ 6ാമത്തെ ക്ലാസ്സുകാരാണ്. ഫൈവ് മന്ത് നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞപാട് തന്നെ ഇന്റൻഷൻ എടുക്കണത് നിർബന്ധമുണ്ടോ? ഒരു നിർബന്ധമില്ല. ആവശ്യമായ സമയത്ത് സ്ഥാപനത്തിനെ അറിയിച്ചാൽ മതിയാവോ? മതി. ഇന്റേൺഷിപ്പിനകത്ത് നമുക്ക് നിങ്ങൾക്ക് അതുകൂടാതെ ഇന്റേൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള ഓഫർ നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തൊക്കെ നമ്മള് കേരളത്തിൽ മൊത്തമാണ് പരതുന്നത്. 22 കാസർഗോഡ് വരെ ആണ് പരതുന്നത്. അങ്ങനത്തെ ഡാറ്റ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഷഹനയുടെ വോയിസ് ഡിസ്റ്റർബിങ് ബാക്കിയുള്ളവർക്ക് കേൾക്കാൻ പറ്റൂല. എന്ന് വെച്ചാലേ ഇത് റെക്കോർഡ് കാസ്റ്റ് കൂടിയായിട്ട് പോണതാണല്ലോ. അപ്പൊ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രം ടു കാസർഗോഡാണ് പിടിക്കുക. അപ്പോ നിങ്ങൾ ഈ പല ആൾക്കാരും പല ജില്ലകളിലുള്ളവരായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് തന്നെ തൊട്ടടുത്തുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടാവും. ഇഷ്ടംപോലെ സ്ഥാപനങ്ങൾ ഇന്റേൺഷിപ്പ് കിട്ടുന്നേ. ഇന്റേൺഷിപ്പ് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല. ഒരു ഓഫർ ലെറ്റർ കൊണ്ടുപോയി കൊടുത്താൽ മതി. അവർക്കും ഗുണമുള്ള ഒരു കാര്യമല്ലേ, സ്ഥാപനത്തിനും ഗുണമുള്ള ഒരു കാര്യമാണ്. ഓക്കെ, 5 മന്ത് നമ്മൾ കഴിഞ്ഞിട്ട് ഒരു 5 മന്ത് കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റേൺഷിപ്പ് എടുത്താൽ മതി. സ്ഥാപനത്തിൽ അത് പറഞ്ഞാൽ മതി. ഇന്റേൺഷിപ്പിന്റെ സമയം നമ്മൾ പറഞ്ഞാൽ മതി. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് ഇട്ടുതരുന്നതാണ് കേട്ടോ. റൈറ്റ്. പിന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പ്ലേസ്മെന്റ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് പോയില്ല. ഓക്കെ സോളമൻ കുര്യാക്കോസ്. റൈറ്റ്. പിന്നെ ഏതായിരുന്നു സാർ? ഈ ബാച്ചിന് നെയിം ഉണ്ടോ? ഈ ബാച്ചിന് നെയിം ഉണ്ട്. ഈ ബാച്ചിന്റെ നെയിം HR2. ഓക്കെ, സെക്കൻഡ് ബാച്ചാന്ന് പറഞ്ഞല്ലോ ഞാൻ. HR2 എന്നാണ് ഈ ബാച്ചിന്റെ പേര്. HR ഏപ്രിൽ ബാച്ചാണത് കേട്ടോ. HR2 എന്ന് പറഞ്ഞാൽ ഇവിടെ എളുപ്പത്തിൽ മനസ്സിലാവും. റൈറ്റ്. ഓക്കെ സാർ, പിന്നെ ബികോം ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ കഴിഞ്ഞ്, പക്ഷെ അയാൾക്ക് മുന്നേ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മാനേജർ പോസ്റ്റിലേക്ക് എങ്ങനെ കിട്ടുക? എക്സ്പീരിയൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. അത് ആ സ്ഥാപനത്തിന്റെ ഒരു പോളിസി മാറ്ററിന്റെ അടിസ്ഥാനത്തിലാണ്. എന്റെ സ്ഥാപനത്തില് ഇപ്പോ 136 ജീവനക്കാർ നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ വർക്ക് ചെയ്യുന്നവരാട്ടോ ഞാൻ പറഞ്ഞത്. 5 ഓഫീസുകളിലായിട്ട്. ഈ 136 ജീവനക്കാരില് ഞാൻ ഒരാളെ പോലും ശ്രദ്ധിച്ച് കേൾക്കണോട്ടാ, ഒരാളെ പോലും എക്സ്പീരിയൻഡ് ആയിട്ടുള്ള ആളെ എടുത്തിട്ടില്ല. ഒരാളെ പോലും എടുത്തിട്ടില്ല. അത് ഞങ്ങളുടെ ഒരു എന്താ പറയുക, ഞങ്ങളുടെ ഒരു പോളിസി മാത്രമായിരുന്നു. കാരണം എക്സ്പീരിയൻഡ് ആയിട്ടുള്ള ആളെ എടുത്തിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ കണ്ട വിഷയമാണ് ഞാൻ പറയുന്നത്. എക്സ്പീരിയൻഡ് ആയിട്ടുള്ള ആളെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ അവരവരുടെ ഒരു എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുക. ഞങ്ങൾ എടുത്തിട്ടുള്ള ആളുകൾ മുഴുവനും ഫ്രഷേഴ്സ് ആയിരുന്നു. അവർക്ക് ഞങ്ങൾ കൊടുത്ത ട്രെയിനിങ് മാത്രമേ ഉള്ളൂ. അതിൽ ഒരുപാട് പേര് എന്ന് പറയുന്നത് ഞങ്ങളുടെ ഇപ്പോഴത്തെ മോസ്റ്റ് സീനിയർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്.
അവരെന്ന് പറയുന്നത് പിന്നെ വേറെ എങ്ങും പോയിട്ടില്ല ജോലിക്ക്. പഠിത്തമൊക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വന്നാക്കുന്നത്. ഡിഗ്രി അല്ലെങ്കിൽ PG ഒക്കെ കഴിഞ്ഞ് നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവർക്ക് വേറെ മുൻവിധികളോ കാര്യങ്ങളൊന്നുമില്ല. അവരുടെ എനർജിയെ അതിൻ്റെ ഒരു ഹൈ ക്വാളിറ്റിയിൽ നമ്മൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ ട്രാൻസ്ഫോം ചെയ്യാൻ ഞങ്ങളെ സഹായിച്ചത് ഞങ്ങൾ ഫ്രഷേഴ്സിനെ എടുത്തുകൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അപ്പൊ അതൊരു മാനേജ്മെന്റിന്റെ പോളിസിയുടെ ഭാഗമാണ്. അത് ചില ആളുകൾ ചിലപ്പോൾ കഠിനമായിട്ടുള്ള ഭയങ്കര സങ്കീർണമായിട്ടുള്ള ഒരു ജോബ് പ്രോസസ് ഉള്ള സങ്കീർണമായിട്ടുള്ള വലിയ ഒരു സ്ഥാപനമാണെങ്കിൽ നിശ്ചയമായും അവിടെ ഒരു എക്സ്പീരിയൻഡ് ഹാൻഡിനെ ആയിരിക്കും ആദ്യം എടുക്കുക. അതല്ലെങ്കിൽ HR മാനേജർ ട്രെയിനി ആയിട്ട് എടുക്കും. ആദ്യം ട്രെയിനി ആയിട്ട് എടുത്തിട്ടായിരിക്കും പിന്നീട് HR മാനേജറിലോട്ട് മാറ്റിയിടുക. ഓക്കെ, സലാമനുൽ ഫാറുസി അതാണോ പേര്? സൽമാനുൽ ഫാരിസി അതാണോ യുവർ നെയിം? അതെ അതെ, സൽമാൻ ഫാരിസി. പിന്നെ സാർ, നമ്മൾ താമസിക്കുന്ന ജില്ലയിൽ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്, നിങ്ങൾ താമസിക്കുന്ന കേരളത്തിലെ മുഴുവൻ ജില്ലകളിലുമുള്ള പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലും ഉണ്ടല്ലോ. ഒരുപാട് സ്വകാര്യ കമ്പനികൾ, സ്വകാര്യ സ്കൂളുകൾ, ബാങ്കിങ് സ്ഥാപനങ്ങൾ ഒരുപാടില്ലേ? ഒരുപാടുണ്ടല്ലോ. അപ്പൊ അവിടെ എല്ലായിടത്തും കിട്ടും നിങ്ങൾക്ക്. എല്ലാ ജില്ലയിലും പ്ലേസ്മെന്റ് അസിസ്റ്റൻസിനുള്ള സംവിധാനം ഉണ്ടാവും. നമ്മളെ പ്ലേസ്മെന്റ് ടീം സ്ട്രോങ് ആണ് കേട്ടോ. അപ്പൊ അവർക്ക് ഒരുപാട് ഡാറ്റാസ് അങ്ങനെ എടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോ തന്നെ 10,000-കണക്കിന് കമ്പനികളുടെ ഡാറ്റ എടുത്ത് വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വേക്കൻസി വരുന്ന മുറക്ക് അവിടെ അവർ കോൾ ഫോർ ചെയ്യും. അപ്പൊ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇന്റർവ്യൂ നമ്മൾ സെറ്റ് ചെയ്ത് തരുന്നതാണ്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചോദ്യങ്ങൾ കഴിഞ്ഞോ? സംശയത്തിന്റെ കുന്തമുനകളൊക്കെ തീർന്നോ? ഓക്കെ, കഴിഞ്ഞു. ശരി, അപ്പോ ഇപ്പൊ നമ്മ സാർ ഇതിന്റെ സാലറി പാക്കേജ് ഒക്കെ എങ്ങനെ പറയാം. ഇതിന്റെ സാലറി 12,000 തുടങ്ങുന്നുണ്ട്. അതും ഒരു സ്ഥാപനത്തിന്റെ വലിപ്പവും ചെറുപ്പവും ഒക്കെ ആശ്രയിച്ചിട്ടാണ്. 30,000-ഉം 35-ഉം 40-ഉം കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട് എക്സ്പീരിയൻഡ് HR മാനേജർമാർക്ക്. ഓക്കെ, സ്റ്റാർട്ടിംഗ് HR മാനേജർമാർക്ക് 25-28 കിട്ടുന്നുണ്ട്, 16 കിട്ടുന്നുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ ഒരു നോർമൽ റേറ്റ് ഒരു 12,000 തുടങ്ങിയ മുകളിലോട്ടാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ. പക്ഷെ ചില നെറികെട്ട സ്ഥാപനങ്ങള് 7,000 രൂപക്കൊക്കെ മനുഷ്യനെ കൊണ്ട് പണിയെടുപ്പിച്ച് അവന്റെ അന്തസ്സിന് ഒരു ബഹുമാനം, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന് അന്തസ്സിനൊരു അംഗീകാരം കൊടുക്കണമല്ലോ. ഒരു അന്തസ്സിനുള്ള അംഗീകാരം പോലും കൊടുക്കാതെ ലാഭം മാത്രം ഫോക്കസ് ചെയ്ത് ഇത് ചെയ്യുന്ന സ്ഥാപനങ്ങളുണ്ട്. അവര് 7,000-നും 8,000-നും ഒക്കെ ഓഫർ ചെയ്യുന്നുണ്ടെന്ന്, 6,000-നൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞ അങ്ങനത്തെ സ്ഥാപനങ്ങളൊന്നും പോകരുതെന്നാ. ചിലപ്പോ എനിക്ക് അറിയാം, എറണാകുളം ജില്ലയിലെ ചില വമ്പൻ ഹോസ്പിറ്റലുകളെ, എറണാകുളം ജില്ലയിലെ വമ്പൻ ഹോസ്പിറ്റലുകളുണ്ട്. അതിന്റെ പുറകിലുള്ള ആളുകൾ എന്ന് വെച്ചാല് ലോകത്തിൽ തന്നെ കോടാനുകോടി പിന്നെ കോടാനുകോടി സ്വത്ത് കൈകാര്യം ചെയ്യുന്ന വിവിധ മതസ്ഥരട്ടോ, വിവിധ മത മാനേജ്മെന്റുകൾ, ക്രിസ്ത്യൻ മാനേജ്മെന്റും ഉണ്ട്, ഹിന്ദു മാനേജ്മെന്റും ഉണ്ട്, ഇസ്ലാമിക് മാനേജ്മെന്റും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഒരു മതത്തിന്റെ ഒരു മൂല്യവും നോക്കാതെ, മതത്തിന്റെ മൂല്യം ഉണ്ടല്ലോ, ഏത് മതമായിക്കൊള്ളട്ടെ, മതത്തിന്റെ ഒരു നന്മയുടെ ഒരു മൂല്യമുണ്ട്, സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഒരു മൂല്യമുണ്ട്. പക്ഷെ ചില സ്ഥാപനങ്ങളിൽ, പക്ഷെ അതുപോലെ തന്നെ എറണാകുളത്ത് തന്നെ ഹൈ പാക്കേജ് കൊടുക്കുന്ന നല്ല മതസ്ഥാപനങ്ങൾ തന്നെ നടത്തുന്ന നല്ല ഹോസ്പിറ്റലുകളുണ്ട്. അതും വിവിധ മതസ്ഥാപനങ്ങൾ നടത്തുന്നതാണ്. അത് ഒരേ മതത്തിൽ തന്നെ 2 മാനേജ്മെന്റ് നടത്തുന്നത് 2 നിലപാടാണ്. ഒരു സ്ഥലത്ത് ചൂഷണത്തോട് ചൂഷണം, വേറെ സ്ഥലത്ത് നല്ല തെറ്റില്ലാത്തൊരു പാക്കേജ് കൊടുക്കുന്നു. അതൊക്കെ ഡിപ്പെൻഡിങ് ആണ്, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പോളിസി മാറ്ററിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കഴിഞ്ഞോ? സംശയങ്ങളൊക്കെ കഴിഞ്ഞെങ്കിൽ ഞാൻ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിക്കുവാണ്. സാർ, ഒരു ഡൗട്ട് കൂടെ. പറയൂ. പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് കേരളത്തിൽ മാത്രമാണോ അതോ ഓൾ ഓവർ ഇന്ത്യ കൊടുക്കുന്നുണ്ടോ? നമ്മൾ നിലവിലെ കേരളത്തിൽ മാത്രമാണ് കൊടുക്കുന്നത്. നമ്മൾ ഓൾ ഓവർ ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിൽ ഇപ്പൊ ഇതുവരെയും ആലോചിച്ചിട്ടില്ല, ഇപ്പൊ നിലവിൽ ആലോചിച്ചിട്ടില്ല. കാരണം നമ്മളിൽ വരുന്ന ആളുകൾ പൊതുവെ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കാനൊക്കെ വിമുഖതയുള്ള വീട്ടമ്മമാരാണ് കൂടുതൽ. ഒരുപക്ഷെ ഈ ക്ലാസ്സിലും അങ്ങനെ ആയിരിക്കാം. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ആലോചിച്ചിട്ടില്ലാത്തത്. ഇനി നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെയുള്ള ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഒരുക്കാം. അതിൽ നമുക്ക് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമല്ല കേട്ടോ അത്. ഇതിന്റെ ഡാറ്റാസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്.
അതൊരു നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഒരു സിമ്പിൾ പ്രോസസ്സാണ് ഈ ഡാറ്റ കിട്ടാൻ വേണ്ടിയിട്ടേ. കേട്ടോ? റൈറ്റ്. ഞാനപ്പോ ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണേ. പടച്ചോനെ, ഇത്രയും പേര് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് രാമായണം മുഴുവനും പറഞ്ഞു കഴിഞ്ഞിട്ട് രാമൻ സീതര ആരാന്ന് ചോദിക്കുന്ന പോലെയാണ്. എന്റെ പേര് ജയദേവ്. മരിയ ജെയിംസ് വൈകിയാണോ കയറിയത്? ഞാൻ 2-3 വട്ടം പറഞ്ഞു കേട്ടോ. ജസ്റ്റ് ഒരു ജോക്ക് പറഞ്ഞാണ്. എന്റെ പേര് ജയദേവ് എന്നാണ്. ആ നമ്പർ ഒന്ന് സേവ് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. റൈറ്റ്. അപ്പോ ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഒരു കാര്യം, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഒന്നല്ല കേട്ടോ, 2 കാര്യങ്ങൾ. അതും കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമ്മൾ HR മാനേജ്മെന്റിന്റെ കോഴ്സ് ചെയ്യുന്നു. അതിനു വേണ്ടിയിട്ട് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഗ്രൂപ്പിന്റെ അഡ്മിൻ സ്മാർട്ട് 3യുടെ ഔദ്യോഗിക വക്താക്കളായിരിക്കും. അതുകൂടാതെ നിങ്ങൾ അൺഒഫീഷ്യലി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമല്ലോ, നിങ്ങളുടെ അക്കാദമിക് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അല്ലാതെയും ഒക്കെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുമല്ലോ. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്നിട്ട്, നിങ്ങൾ സഹപാഠികളാണല്ലോ. ജോലി കിട്ടിയാൽ ഏജ് ലിമിറ്റ് ഉണ്ടോന്നോ? ജോലി കിട്ടുന്നതിന് ഏജ് ലിമിറ്റ് ഉണ്ടോന്നാണോ ശ്രീനത്തെ? ഞാൻ പറഞ്ഞല്ലോ അതൊരു 46 വരെ ഒക്കെയാണെന്ന്. റൈറ്റ്. അപ്പോ നിങ്ങളൊരു അൺഒഫീഷ്യൽ ഗ്രൂപ്പ് ഉണ്ടാക്കും വാട്സപ്പിൽ. അത് നിങ്ങളുടെ പഠനത്തെ സഹായിക്കുന്നതിന് ഗുണകരമായിട്ടുള്ള ഒന്നാണെന്നാണ് എൻ്റെ ഒരു അനുഭവം. സംശയങ്ങൾ ചോദിക്കാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അത് നല്ലതാണ്. അത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഗ്രൂപ്പാണ്. പൂർണ്ണമായും അതിന്റെ ഉത്തരവാദിത്വം അതിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ്. സ്മാർട്ട് സിക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല ആ ഗ്രൂപ്പില്. ഞാനിത് പറയുന്നതിനുള്ള കാരണം, ഈ MLM പരിപാടികളുണ്ട്. MLM മോശമാണെന്നോ നല്ലതാണെന്നോ എന്നുള്ള അഭിപ്രായം എനിക്കില്ല. നല്ലതാണെന്നോ ചീത്തയാണോ പറയാൻ ഞാൻ ആളുമല്ല. പക്ഷെ MLM പ്രോഗ്രാമുകൾ 5000 രൂപ അടച്ചോളൂ, 6 മാസം കഴിയുമ്പോൾ 50,000 രൂപ കിട്ടും. പിന്നെ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോഗ്രാം ഉണ്ട്. 10,000 രൂപ മുടക്കിയാൽ 10 കൊല്ലം കഴിയുമ്പോൾ 1 കോടി രൂപയായിട്ട് വരും. നിങ്ങൾക്കൊരു പെൺകുഞ്ഞുള്ളതല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടായിരിക്കും പോസ്റ്ററുകൾ. പിന്നെ വേറെ സാധനം വരുന്നത് വർക്ക് ഫ്രം ഹോം. വർക്ക് ഫ്രം ഹോം തികച്ചും സൗജന്യമായി ചെയ്യാം. മാസം 20,000 രൂപ നേടും. ഇത് തേടി ചെല്ലുമ്പോഴാണ് ആദ്യം ഒരു 500 രൂപ നിങ്ങൾ അടക്കണം. അതിന്റെ പ്രോസസ്സിങ് ഫീസാണ്. 500 രൂപ അടച്ചിട്ട് പിന്നെ അത് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ചെയ്യാം. ഒരു കാരണവശാലും അത്തരത്തിലുള്ള പോസ്റ്ററുകൾ, വേറെ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പോസ്റ്ററുകൾ, അതൊന്നും ആ ഗ്രൂപ്പിൽ ഇടാനായി അനുവദിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളുടെ ആർക്കെങ്കിലും ഒരു സംശയം തോന്നിയേക്കാം. എന്ത്? അതിന് നിങ്ങൾ ആരും സ്മാർട്ട് ഔദ്യോഗിക ആളുകൾ ആരും ആ ഗ്രൂപ്പിലില്ലല്ലോ, ഞങ്ങൾ സ്റ്റുഡൻസ് മാത്രമാണല്ലോ ഉള്ളത് എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷെ അങ്ങനെ ധരിക്കരുത്. ഞങ്ങളുടെ ആളുകളും അതിനകത്ത് ഉണ്ടാകും. കാരണം ഞങ്ങൾ നിരന്തരമായിട്ട് വിദ്യാഭ്യാസ മേഖലയിൽ വലിയ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ബിസിനസ് പകയുടെ ഒരു പ്രശ്നമാണ്. 1,13,000 ഒരു കോഴ്സ് അതിനേക്കാളും ഗംഭീരമായിട്ടുള്ള സർവീസ് കൊടുത്തിട്ട് നമ്മൾ 13,000 രൂപക്ക് ചെയ്യുന്നു. 40,000 രൂപയുടെ കോഴ്സ് 3,000 രൂപക്ക് ചെയ്യുന്നു. ഞാൻ പറയാം റോഷ്നി. അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ഒരു ഇതുണ്ട്. അവരുടെ ഒരു ബിസിനസ് സാധ്യതയെയാണ് നമ്മൾ കളയുന്നത്. അപ്പോ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയോ വേറെ ഏതെങ്കിലും സ്ഥാപനങ്ങളുടെയോ പരസ്യങ്ങളോ തെറ്റായിട്ടുള്ള കാര്യങ്ങളോ നിങ്ങളിപ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഏതെങ്കിലും സഹപാഠികളെ നിഷ്കളങ്കമായി ഇടുന്നതായിരിക്കാം. ചിലപ്പോൾ ഒരു സഹായകരമാകട്ടെ എന്ന് കരുതി ഇടുന്നതായിരിക്കാം. പക്ഷെ അത്തരത്തിലുള്ള പോസ്റ്റുകളൊന്നും അതിനകത്ത് ഇടാതെ ഒഴിവാക്കി വെക്കലാണ് ഉചിതമായിട്ടുള്ള കാര്യമെന്നാണ് പറയാനുള്ള ഒന്നാമത്തെ കാര്യം. റോഷ്നി പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ലീഡറെ തീരുമാനിക്കാം, അതിലൊന്നും കുഴപ്പമില്ല. കാരണം നിങ്ങളുടെ ചോയ്സ് ആണ്, യുവർ ചോയ്സ്. ഞങ്ങൾ അതിലൊന്നും ഇടപെടൂല കേട്ടോ. അപ്പോ റോഷ്നി ഒന്ന് ലീഡറുടെ ഒരു കമന്റ് പറയുകയും ചെയ്തു. അപ്പോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും അതങ്ങനെ കൈകാര്യം ചെയ്യാം, അതിലൊന്നും ബുദ്ധിമുട്ടില്ല. ഇന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാനുള്ളതേ, ഈ ഞങ്ങള് അഡ്മിനുള്ളിലായിട്ടുള്ള ഗ്രൂപ്പാണെങ്കിലും നിങ്ങൾ രൂപീകരിക്കുന്ന ഗ്രൂപ്പാണെങ്കിലും നമ്മൾ പറഞ്ഞ സമയം പോകുന്ന സമയത്ത് ഇതിനകത്ത് ഇങ്ങനെ കയറിയിട്ട് DP ഒക്കെ നോക്കുമല്ലോ. DP ഒക്കെ നോക്കുമ്പോ ചില ആൾക്കാർ മോഹൻലാലിന്റെ ഫോട്ടോ ഇടും, ചില ആൾക്കാർ മമ്മൂട്ടിയുടെ ഫോട്ടോ ഇടും, ചില ആൾക്കാർ പിണറായി വിജയന്റെ ഇടും, ചില ആൾക്കാർ VD സതീശന്റെ ഇടും, ചില ആളുകൾ പ്രകൃതിയുടെ ഇടും, ചില ആൾക്കാർ സ്വന്തം ഫോട്ടോയും ഇടും. സ്വന്തം ഫോട്ടോ ഇടുമ്പോൾ നമ്മള് സ്വന്തം ഫോട്ടോയിൽ ഏറ്റവും മോശമുള്ള ഫോട്ടോ ആയിരിക്കും DP ആയിട്ട് ഇടുന്നത്. ആരെങ്കിലും ഒരാൾ പറഞ്ഞേ?
കമോൺ, നമ്മളൊരു ഫോട്ടോ ഇടുമ്പോഴേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഫോട്ടോ എന്ന് തോന്നുന്ന ഒരു ഫോട്ടോ ആയിരിക്കും ഇടുന്നത്. നമ്മൾ വേറൊരു ഉദ്ദേശം കൊണ്ട് ഉണ്ടാക്കുന്നതല്ല. നല്ലൊരു ഫോട്ടോ നമ്മുടെ ഒരു സൗന്ദര്യം കാണുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള നമ്മുടെ ഒരു മുഖത്തിന്റെ ഒരു ഫോട്ടോ നമ്മൾ എടുത്തിട്ടു. അതിട്ട് കഴിയുമ്പോൾ ഞാൻ ഈ ക്ലാസ്സിലുള്ള ഒരാൺകുട്ടിയെയും ഉദ്ദേശിച്ചിട്ടല്ല കേട്ടാ പറയുന്നത് ഈ കാര്യം. ഈ പറയുന്നത് ഞാനിത് ജനറലായി നോർമലായി പറയുന്ന ഒരു കാര്യമാണ്. ആദ്യത്തെ ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇതിനകത്ത് മേരി എന്ന് പേരുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലാതിരിക്കട്ടെ, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതാണ്. മേരി ചേച്ചിക്ക് ശശി ചേട്ടൻ, വേറൊരു പേര്, രണ്ട് പേരുകൾ മറ്റേ അശ്വിൻ ചെയ്ത് പറയുന്നതുണ്ടോ? അതിനെ ഇതിലുള്ള ആരെയും ഉദ്ദേശിച്ചിട്ടല്ല. മേരി ചേച്ചിയുടെ ഡി പി മനോഹരമായ ഡി പി ആണ്. ഇന്നലെ ക്ലാസ് കഴിഞ്ഞു, അല്ല നാളത്തെ ക്ലാസ് അക്കാദമിക് ക്ലാസ് തുടങ്ങി വൈകുന്നേരം. ഹായ് ചേച്ചി എന്ന് പറഞ്ഞൊരു ഒരു ഹാൻഡ് ഇങ്ങനെ പറയുന്ന മെസ്സേജ്, അങ്ങനെ ഒരു റേസിംഗ് ഹാൻഡ് മെസ്സേജ് വന്നു. അപ്പൊ ഇവിടെ ഈ ചേച്ചിക്ക് അറിഞ്ഞൂടെ ആരാണെന്ന് നോക്കിയപ്പോ കൂടെ പഠിക്കുന്ന ഒരു സഹപാഠിയാണ്. ചേച്ചി ഒരു ഹായ് ഇട്ടു. ഹായ്, ഓക്കെ കൊള്ളാം, ഹായ് വന്നു. ശശി ചേട്ടൻ ഉഷാറായപ്പോ ശശി ചേട്ടൻ, ചേച്ചി എനിക്ക് ഇന്നലെ ആ ടീച്ചർ എടുത്ത ക്ലാസ് ഒന്നും മനസ്സിലായില്ല. അപ്പൊ ഈ ചേച്ചിക്ക് ചിലപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല ചില ഭാഗങ്ങളെ. അപ്പൊ ചേച്ചി ശരിയാണ് എനിക്കും ആ ഇന്ന ഭാഗം മനസ്സിലായില്ല. അപ്പോ അതൊക്കെ അന്നത്തെ സംഭാഷണം കഴിഞ്ഞിട്ടാ. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ചേച്ചി വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോ തന്നെ മേരി ചേച്ചിയുടെ ഫോണിൽ ശശി ചേട്ടന്റെ ഒരു ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞൊരു മെസ്സേജ്. അല്ല, ഇത് പുതിയ കാലത്തിന്റെ രീതിയാണ്, ഞാനിതൊന്നും തെറ്റി പറയുന്ന ആളല്ലാന്ന്. അപ്പൊ ഹായ് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ്. അപ്പൊ ചേച്ചി വിചാരിക്കും ഒരു ഗുഡ് മോർണിംഗ് വെറുതെ കിട്ടിയതാണല്ലോ. ചേച്ചി ഇതിനെ കുറിച്ച് വേറൊന്നും ആലോചിച്ചിട്ടില്ല. ചേച്ചി തിരിച്ച് ഹായ് ഗുഡ് മോർണിംഗ്, ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? പിന്നെ ഉച്ചക്കലത്തെ ചേച്ചി ചോറിന് കറി എന്തായിരുന്നു? മീനായിരുന്നു? മീനിന് ഇറച്ചി ഉണ്ടായിരുന്നു? മീനിന് മുള്ളുണ്ടായിരുന്നു? എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ ചോദ്യങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരാണ്. ചേച്ചി ചിലപ്പോൾ നിങ്ങൾക്ക് അതിന് നിഷ്കളങ്കമായിട്ട് മെസ്സേജ് അയക്കും. ചിലപ്പോ ചേട്ടന് ചേച്ചിയും അയക്കാട്ടാ. ഇതൊക്കെ സംഭവിക്കാം. ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാല്, നിങ്ങൾ സൗഹൃദം പങ്കിടാം, പ്രണയം പങ്കുവെക്കാം. അതൊക്കെ നിങ്ങളെല്ലാവരും മെച്യൂർഡ് ആയിട്ടുള്ള ആളുകളാണ്. ദാറ്റ്സ് യുവർ ചോയ്സ്. ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ അതിനകത്ത് ഇടപെടാനേ ഇല്ലാന്ന്. പക്ഷേ ഒരു കാര്യം ഞാൻ കമ്പൽസറി പറഞ്ഞേക്കാം. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ അഭിമാനത്തിനെ, അന്തസ്സിനെ, വ്യക്തിത്വത്തിനെ ഹനിക്കുന്ന രീതിയിൽ ഹാംഫുൾ ആയിട്ടുള്ള, ടോക്സിക് ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജസ് ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന്, ആൺകുട്ടികളിൽ നിന്ന് പെൺകുട്ടികൾക്കും, പെൺകുട്ടികളിൽ നിന്ന് ആൺകുട്ടികൾക്കും, അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മെസ്സേജസ് ഒക്കെ പോയി കുടുംബ ബന്ധങ്ങളെയൊക്കെ ബാധിക്കുന്ന രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ കുറെ നാളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്ന ആളായത് കൊണ്ടാണ് പറയുന്നത്. അപ്പോ ഈ ചേച്ചിയൊന്നും വിചാരിച്ചിട്ടില്ല. ചേച്ചി മെസ്സേജ് അയച്ച്, അപ്പൊ ഈ പയ്യനൊരു മെസ്സേജ് അയച്ചാ, ചേച്ചി ഞാൻ ഇന്നലെ ആ കാര്യം പറഞ്ഞിട്ട് ചേച്ചി പിന്നെ വേറെ റിപ്ലൈ ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താണ് ചേച്ചിക്ക് അതില്ലെങ്കിൽ പറഞ്ഞാൽ പോരെ, ഇതില്ലെന്ന് പറഞ്ഞാൽ പോലെ തോന്നി. ഇത് ചേച്ചിയുടെ ചേട്ടനാണ് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ ചേട്ടന്റെ മനസ്സിലായി ഹസ്ബൻഡിന്റെ ഉള്ളിൽ സംശയത്തിന്റെ ഒരു വിത്ത് വീണു. അതൊരു വലിയ പ്രശ്നമായ ഒരു കാര്യമായിരുന്നു. അപ്പോ ഞാൻ പറയുന്നത്, ഒരാളുടെയും വ്യക്തിത്വത്തിനെ ഹനിക്കുന്ന രീതിയിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു സംസാരം നമ്മുടെ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാകാൻ പാടില്ല. ഇറ്റ്സ് ജസ്റ്റ് എ റിക്വസ്റ്റ്. അതൊരു അപേക്ഷ മാത്രമാണ് കേട്ടോ. നമ്മളെല്ലാവരും വളരെ ചെറിയൊരു ജീവിതമാണ് നമ്മുടേത്. ഒരു കൊതുക് കടിച്ചിട്ടുണ്ടെങ്കിൽ പനി വന്ന് 3 ദിവസം പനിച്ചു തീരാവുന്ന ജീവിതമേ ഉള്ളൂ നമ്മുടേത്. അത്രേ ഉള്ളൂ. അപ്പൊ ആ ജീവിതകാലത്തിന് ഇടയ്ക്ക് പരസ്പരം വിദ്വേഷവും വെറുപ്പും വാശിയും വൈരാഗ്യവും ഒന്നും ഇല്ലാതെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടിയിട്ട് നമുക്ക് പഠിച്ച് ജോലി മേടിച്ച് നല്ല ജീവിതങ്ങളെ നയിച്ച് മുന്നോട്ടേക്ക് പോകാം എന്ന് മാത്രമാണ് പറയുന്നത്. ഇത്രയും നേരം എൻ്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിനകത്ത് എന്നോട് സംവദിച്ചിട്ടുള്ള മുഴുവൻ വിദ്യാർത്ഥികൾക്കും നന്ദി പറയുന്നു. പടച്ചോനെ, ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നമുക്ക് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആഡ് ചെയ്യുമെന്ന്. ഗ്രൂപ്പ് ആരെന്ന് വെച്ചാൽ ഉണ്ടാക്കുമ്പോൾ ആഡ് ചെയ്തോളൂ. പിന്നെ എക്സാം എഴുതുന്നതിന് സമയം നമ്മുടെ സമയത്തിന് പറ്റുമെന്നാ ആരാണ് ചോദിച്ചത്? അജ്മൽ ടൊക്ലി കടപ്പാടിയ. പറ്റില്ല അജ്മൽ, നമ്മുടെ സമയത്തിന് എക്സാം എഴുതാൻ പറ്റുമോ? പറ്റൂല. എക്സാം ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല നിശ്ചയിക്കുന്നത്, സർട്ടിഫിക്കേഷൻ കൗൺസിലാണ്. പക്ഷെ ഏതെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ആ എക്സാമിന്റെ സമയത്ത് എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ബാച്ചിനോടൊപ്പം എഴുതാനുള്ള സംവിധാനമോ വേറെ എന്തെങ്കിലും സംവിധാനമോ
നമുക്ക് സ്പെഷ്യൽ റിക്വസ്റ്റ് കൊടുത്ത് ഉണ്ടാക്കാനായി സാധിക്കും. ഓക്കെ, ഇപ്പൊ ചില വിദ്യാർത്ഥികൾ ചില കോഴ്സുകൾ ചെയ്യുന്നുണ്ടാവില്ല. ആ കോഴ്സുകൾ ചെയ്യുന്നതിന്റെ ഒപ്പമാണെങ്കിൽ, ചില കോഴ്സുകൾ ചെയ്യുന്നതിന്റെ ഒപ്പമാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോ പറ്റി എന്ന് വരില്ല. എക്സാം രണ്ടിന്റെയും ഒരുമിച്ച് വന്നാൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരും അല്ലേ? അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എക്സാം മാറ്റാനുള്ള ഇതുണ്ട്. അതിലൊന്നും ആശങ്കപ്പെടേണ്ട. നമ്മുടെ എല്ലാ വിധത്തിലുള്ള പിന്തുണകളും നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായാലും ഇത്രയും നേരം കഴിഞ്ഞ ഒന്നര മണിക്കൂറോളം 1.25 മണിക്കൂറോളം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിലുള്ള ഒരു ബാച്ച് ആണെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും വളരെ ക്രിയേറ്റീവായി എനർജറ്റിക് ആയിട്ട് പിന്നെ പ്രതികരിച്ചു, സംശയങ്ങൾ ചോദിച്ചു. ഇനിയും നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ, സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് ഈ കോഴ്സ് നിർത്തേണ്ടി വരുന്നു എന്നുള്ള സിറ്റുവേഷൻ വരികയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ എന്നെ ഒന്ന് വിളിച്ചേക്കുക. കാരണം നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ചില പരിഹാരങ്ങൾ ഒരുപക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുമായിരിക്കും. ഓക്കെ, ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ദുഃഖം പങ്കുവെക്കുമ്പോഴെങ്കിലും നമുക്കൊരു സന്തോഷത്തിന്റെയും ഒരു സമാധാനത്തിന്റെയും ഒക്കെ ഒരു ഭാഗം ഉണ്ടാവും അതിനകത്ത്. അപ്പോ ഏത് ദുരിത കാലഘട്ടത്തിലും ഏത് വിഷമഘട്ടത്തിലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പരസ്പരം തോളോട് തോൾ ചേർന്ന് മുന്നോട്ടേക്ക് സന്തോഷത്തോടു കൂടി പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. ബൈ ബൈ.